In this class, we are dealing with the chapter Electrostatics. Plus 2 സാധനമാണ് നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന പാഠങ്ങളാണ് രണ്ട് പാഠങ്ങൾ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ചാർജസ് ആൻഡ് ഫീൽഡും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസും. സോ വാട്ട് ഈസ് എ ചാർജ്? അതൊക്കെ അറിയാം. ഇറ്റ് ഈസ് എ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് പ്രൊഡ്യൂസസ് ഇലക്ട്രിക്കൽ ആൻഡ് അതർ റിലേറ്റഡ് എഫക്ട്സ് ഇൻ മാറ്റർ. മാറ്ററിനകത്ത് ഇലക്ട്രിക്കലും അതേപോലുള്ള റിലേറ്റഡ് എഫക്ട്സും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ചാർജ്. SI unit of charge is coulomb ആണ് ആണോ? ആൻഡ് CGS unit is electrostatic unit of charge, ESU എന്ന് പറയും ആണോ? ഒരു കൂളോ എന്ന് പറഞ്ഞാൽ 3 × 10⁹ ESU ആണ് ആണോ? അഥവാ മറ്റൊരു പേര് സ്റ്റാറ്റ് കൂളോ എന്ന് പറയും. ദെൻ മറ്റൊരു യൂണിറ്റും കൂടെ ഇലക്ട്രോ മാഗ്നറ്റിക് യൂണിറ്റ് ഓഫ് ചാർജ്. ഒരു EMU എന്ന് പറഞ്ഞാൽ 3 × 10⁻10 ESU ആണ് അഥവാ 10 കൂളമാണ് ആണോ? ദെൻ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് യൂണിറ്റിന്റെ മറ്റൊരു പേരും കൂടെ ഉണ്ട്, മാക്സ്വെൽ. ഇമ്പോർട്ടന്റ് അല്ലേ? മറ്റൊരു യൂണിറ്റ് ആണ് മാക്സ്വെൽ എന്ന് പറയും. CGS യൂണിറ്റ് ഓഫ് ചാർജ് മാക്സ്വെൽ ആണ്, ഓർത്തിരിക്കുക. സ്റ്റാറ്റ് കൂളം അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് യൂണിറ്റ് ഓഫ് ചാർജ് അല്ലെങ്കിൽ എന്ത് പറയും? മാക്സ്വെൽ പറയും. ദെൻ വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് ചാർജിങ്? എന്തൊക്കെയാ മക്കളെ മെത്തേഡ്സുകൾ അല്ലേ? ഏതൊക്കെയാ? ഒന്ന്, കണ്ടക്ഷൻ ഇലക്ട്രിഫിക്കേഷൻ ബൈ ടച്ചിങ് ആണോ? രണ്ട്, ഫ്രിക്ഷണൽ ഇലക്ട്രിഫിക്കേഷൻ. എന്താണ് ഫ്രിക്ഷണൽ ഇലക്ട്രിഫിക്കേഷൻ? ബൈ റബ്ബിംഗ് ടു സൂട്ടബിൾ ബോഡീസ് അണ്ടർ സൂട്ടബിൾ കണ്ടീഷൻസ്. മൂന്ന്, ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ. സോ കണ്ടക്ഷൻ ഇലക്ട്രിഫിക്കേഷൻ ഉണ്ട്, ഫ്രിക്ഷണൽ ഇലക്ട്രിഫിക്കേഷൻ ഉണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ ഉണ്ട്. അങ്ങനെ എന്തോ കണ്ടക്ഷൻ ഇലക്ട്രിഫിക്കേഷൻ അറിയാം? ടച്ചിങ്, ഫ്രിക്ഷൻ ബൈ റബ്ബിങ്, ദെൻ മെത്തേഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ. ദെൻ വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജസ്? എല്ലാ പ്രോപ്പർട്ടി ഒന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല, എല്ലാം നിങ്ങൾക്ക് അറിയാം. അതിൽ ഇമ്പോർട്ടന്റ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് ആണ് അല്ലേ? എന്താണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് പറയുന്നത്? ചാർജസ് ഡിസ്ക്രീറ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. എങ്ങനല്ല? കണ്ടിന്യൂസ് അല്ല. ദ ടോട്ടൽ ചാർജ് Q is equal to ± NE ആണ്. ഇതിന് നമ്മൾ പറഞ്ഞ പേരാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറയും. സോ ഒന്ന്, കണ്ടക്ഷൻ ഇലക്ട്രിഫിക്കേഷൻ ഉണ്ട്. രണ്ട്, ഫ്രിക്ഷണൽ ഇലക്ട്രിഫിക്കേഷൻ ഉണ്ട്. മൂന്ന്, ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ ഉണ്ട്. പ്രോപ്പർട്ടി, അത് ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് ആണ്. Q is equal to ± NE. വേറെ E is equal എത്ര? 1.6 × 10⁻19 കൂളം ആണോ? E is equal to അല്ലെ 1.6 എന്താണ്? 10⁻19 കൂളമാണ്. ദെൻ അടുത്തത് എന്താണ്? ഇലക്ട്രോസ്കോപ്പ്. എന്താ മക്കളെ ഇലക്ട്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ആൻഡ് നേച്ചർ ഓഫ് ചാർജ് ഓൺ എ ബോഡി. ഒരു ബോഡിക്കകത്ത് ചാർജ് ഉണ്ടോ എന്ന് അറിയാനും അത് ഏത് തരത്തിലുള്ള ചാർജ് ആണെന്ന് അറിയാനും നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണെന്ന് പറയും ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയും അല്ലേ? രണ്ട് ടൈപ്പ് ഓഫ് ഇലക്ട്രോസ്കോപ്പ് ഉണ്ട്. ഏതൊക്കെയാ? ഒന്ന്, ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് ആണ്. രണ്ട്, പിത്ത് ബോൾ ഇലക്ട്രോസ്കോപ്പുമാണ്. രണ്ട് ടൈപ്പ് ഓഫ് ഇലക്ട്രോസ്കോപ്പ് ഉണ്ട്. ഏതൊക്കെയാ? ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പും ഉണ്ട്, പിത്ത് ബോൾ ഇലക്ട്രോസ്കോപ്പും ഉണ്ട്. എന്നിട്ട് എന്ത് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ആൻഡ് നേച്ചർ ഓഫ് ചാർജ് ഓൺ എ ബോഡി. രണ്ട് ടൈപ്പ് ഓഫ് ഇലക്ട്രോസ്കോപ്പ് ഉണ്ട്. ഏതൊക്കെയാ? ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പും ഉണ്ട്, പിത്ത് ബോൾ ഇലക്ട്രോസ്കോപ്പും ഉണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ്? എർത്തിങ് ഓർ ഗ്രൗണ്ടിങ് അല്ലേ? ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് എക്സസ് ചാർജ് ഫ്രം എ ചാർജ്ഡ് ബോഡി ടു ദ എർത്ത്. ഒരു ബോഡിക്കകത്ത് എക്സസ് ചാർജ് ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യുന്നു? എർത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് എർത്തിങ് അഥവാ ഗ്രൗണ്ടിങ് എന്ന് പറയും. ഇതെന്ന് പറയും എർത്തിങ് അഥവാ ഗ്രൗണ്ടിങ്. ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് എക്സസ് ചാർജ് ഫ്രം ചാർജ്ഡ് ബോഡി ടു ദ എർത്ത് അല്ലേ? ഒരു ചാർജ് ബോഡി എന്ത് ചെയ്യുന്നു? എർത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എക്സസ് ചാർജിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് എർത്തിങ് അഥവാ ഗ്രൗണ്ടിങ് എന്ന് പറയും. ദെൻ ഇന്ന് നമ്മൾ പഠിക്കുന്നു എന്താണ്? കൂളംസ് ലോ. എന്താ മക്കളെ കൂളംസ് ലോ പറയുന്നത്? അക്കോർഡിംഗ് ടു കൂളംസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് നമ്മൾ രണ്ട് ചാർജസ് എടുക്കുന്നു, Q1 ഉം Q2, സെപ്പറേറ്റ് ബൈ എ ഡിസ്റ്റൻസ് എന്താണ്? R ആണ്. സോ അക്കോർഡിംഗ് ടു ദിസ് കൂളംസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്, ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ബിറ്റ്വീൻ 2 point charges at rest is directly proportional to
product of the charges and inversely proportional to square of the distance between them. ഇതാണ് കൂളംസിൽ പറഞ്ഞത്. കമ്പൈൻ ചെയ്ത് നമുക്ക് എന്ത് എഴുതാം? F proportional to Q1 Q2 by എന്ത് വരും? R square. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ നമ്മളൊരു കോൺസ്റ്റന്റ് K ഇൻറ്റു Q1 Q2 by എന്ത് വരും? R square. ആണോ? ഇനി വാല്യൂ ഓഫ് K ഡിപ്പെൻസ് ഓൺ, കെയുടെ വാല്യൂ രണ്ട് ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യും. നേച്ചർ ഓഫ് ദ മീഡിയത്തിന് ഡിപ്പെൻഡ് ചെയ്യും, യൂണിറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യും. ആണോ? ഇനി ഇൻ ഫ്രീ സ്പേസ് ഓർ വാക്വം ആൻഡ് ഇൻ SI സിസ്റ്റം, ഫ്രീ സ്പേസ് ഓർ വാക്വത്തിലും SI സിസ്റ്റത്തിലും ആണെങ്കിൽ നമ്മൾ K ഈസ് ഈക്വൽ ടു 1/4π എപ്സിലോൺ 0 എന്ന് എഴുതും. അങ്ങനെ ആകുമ്പോൾ F ഈസ് ഈക്വൽ ഫോർമുല എന്ത് വരും? 1/4π എപ്സിലോൺ 0 Q1 Q2 by R square. Where what is epsilon 0? എന്താണ് എപ്സിലോൺ 0 എന്ന് പറയുന്നത്? എപ്സിലോൺ 0 വാല്യൂ, എപ്സിലോൺ 0 is equal to 8.854 into 10⁻⁻12 ആണോ? കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ is a constant called permittivity of free space. എന്തോ പറയും? പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്ന് പറയും. ഇനി ഇഫ് ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻ എ മീഡിയം ഓഫ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എപ്സിലോൺ ആർ അല്ലെങ്കിൽ ക്യാപിറ്റൽ കെ, ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറയും. എഫ് മീഡിയം ഈസ് ഈക്വൽ ടു ഫോർമുല എന്ത് വരും? 1/4π എപ്സിലോൺ 0 എപ്സിലോൺ ആർ Q1 Q2 by R square. മനസ്സിലായി? 1/4π എപ്സിലോൺ 0 എപ്സിലോൺ ആർ Q1 Q2 by എന്തോ വരും? R square വരും. ആണോ? ഈ ഏറ്റവും കൂടുതൽ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ആർക്കാണെന്നറിയോ? മെറ്റൽസിനാണ്. മെറ്റൽസിന്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഇൻഫിനിറ്റി ആണ്. മെറ്റൽസിന്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എന്താണ്? ഇൻഫിനിറ്റി ആണ്. ആണോ? പിന്നെ വാട്ടറിന്റെ ആണെങ്കിൽ 80 ആണ്. ഓർത്തിരിക്കുക, ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് വാട്ടർ ഈസ് എന്താണ്? 80. ഓൾസോ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ 1/4π എപ്സിലോൺ 0ക്ക് ഒരു വാല്യൂ ഉണ്ട്. എത്ര ആയിരുന്നു? 1/4π എപ്സിലോൺ 0 ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു 10⁻9 എന്ത് വരും? ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ ആണ്. 1/4π എപ്സിലോൺ 0 ഈസ് ഈക്വൽ എന്ത് വരും? 9 ഇൻറ്റു 10⁻9 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ എന്താണ്? കൂളം സ്ക്വയർ ആണ്. ആണോ? Then നോക്കേ, F air is equal to 1/4π എപ്സിലോൺ 0 Q1 Q2 by R square. F medium is equal to എന്ത് വരും മക്കളെ? 1/4π എപ്സിലോൺ 0 എപ്സിലോൺ R Q1 Q2 by എന്ത് വരും? R square. So what is F air by F medium? എന്ത് വരും? അല്ലേ? ഡിവൈഡ് ചെയ്യാം. എന്ത് വരും? 1/1 എപ്സിലോൺ ആർ എന്ന് വരും. ദാറ്റ് ഈസ് എപ്സിലോൺ ആർ ഈസ് ഈക്വൽ ടു എഫ് എയർ ബൈ എഫ് മീഡിയം വരും. എപ്സിലോൺ ആർ ഈസ് ഈക്വൽ ഫോർമുല എന്താണ്? എഫ് എയർ ബൈ എന്താണ്? എഫ് മീഡിയം. ഇനി ഇൻ എയർ ആൻഡ് ഓൾസോ ഇൻ CGS സിസ്റ്റത്തിലാണെങ്കിൽ എക്സാം ചോദിച്ചിട്ടുള്ളതാ. കൂളം സിസ്റ്റം നമ്മളിങ്ങനെ എഴുതും F is equal to Q1 Q2 by R square. മനസ്സിലായോ? അവിടെ നമ്മൾ സ്മോൾ k is equal to 1/K എന്ന് എടുക്കും. വേറെ ക്യാപിറ്റൽ K ഞാൻ നേരത്തെ പറഞ്ഞു എന്തുവാ? ഡയലക്ട്രിക് കോൺസ്റ്റന്റ് അല്ലേ? എയറിന്റെ കെയുടെ വാല്യൂ എത്രയാണെന്നറിയോ? 1 ആണ്. അങ്ങനെ ആകുമ്പോൾ F is equal എന്ത് വരും? Q1. അന്നേരം F is equal 1/4π എപ്സിലോൺ 0 Q1 Q2 by R square എന്ന് പറയുന്നത് എവിടാ? എയറും എയറിലാണ് അല്ലേ? ആൻഡ് SI സിസ്റ്റത്തിലാണ്. തിരിച്ച് CGS സിസ്റ്റത്തിലാണെങ്കിൽ F is equal എന്ത് വരും? Q1 Q2 by എന്ത് വരും? R square ആണ്. Then
പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. എന്താ മക്കളെ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ പറയുന്നത്? അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ അല്ലേ, when a number of charges are interacting, കുറെ ചാർജസ് ഇന്ററാക്ട് ചെയ്യുവാണെങ്കിൽ then the net force on a particular charge will be the vector sum of the forces due to the individual charges. പഠിച്ചിട്ടുള്ളതാണ്. This is called principle of superposition എന്ന് പറയും. According to principle of superposition, when a number of charges are interacting, then the net force on a particular charge will be the vector sum of the forces due to the individual charges. This is called principle of എന്തെന്ന് പറയും? Superposition എന്ന് പറയും. Then അത് കഴിഞ്ഞിട്ട് എന്ത് പറയുന്നു? പറ, ആലോചിച്ചോക്കെ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചാർജിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു, കൂളംസ് ലോ പറഞ്ഞു. ദെൻ കൂളംസ് ലോ ബേസ് ന്യൂട്ടൺസ് തേർഡ് ലോ ആണ് അല്ലേ. പിന്നെ എന്താണ് ഇലക്ട്രിക് ഫീൽഡ്? This region surrounding a charge where its influence can be experienced. ഇലക്ട്രിക് ഫീൽഡ് റിയൽ ആണ് അല്ലേ. എവിടെ സ്റ്റാർട്ട് ചെയ്യും? പോസിറ്റീവിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നെഗറ്റീവിൽ അവസാനിക്കും. ഇതെല്ലാം അറിയാവുന്നതാണ്. ടാൻജന്റ് at any point gives the direction of the field at that point. രണ്ട് ഫീൽഡ് ലൈൻസ് ഒരു കാരണവശാലും ഇന്റർസെക്ട് ചെയ്യത്തില്ല. ഇന്റർസെക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പോയിന്റ് ഇലക്ട്രിക് ഫീൽഡിന് രണ്ട് ഡയറക്ഷൻ, അതൊരിക്കലും പോസിബിൾ അല്ല. No electric field lines will pass through a hollow metallic enclosure. This phenomenon is called electrostatic shielding. ഒരു ഹോളോ മെറ്റാലിക് എൻക്ലോഷറിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകത്തില്ല. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ റേഡിയലി ഔട്ട്വേർഡ്സ് ആയിരിക്കും. ആണോ? നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ റേഡിയലി ഇൻവേർഡ്സും ആയിരിക്കും. Then അടുത്തത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ്. സോ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ്. ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എത്ര ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു അതിന് പറയുന്ന പേരാണ് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയും. ദാറ്റ് ഈസ് E = ഫോർമുല എന്തോ മക്കളെ? F/Q0. യൂണിറ്റ് എന്തൊക്കെയാ? ഒന്ന് ന്യൂട്ടൺ പെർ കൂളം, മറ്റൊരു യൂണിറ്റ് വോൾട്ട് പെർ മീറ്റർ. രണ്ടെണ്ണം, ഒന്ന് ന്യൂട്ടൺ പെർ കൂളവും മറ്റൊന്ന് വോൾട്ട് പെർ മീറ്ററും. ദെൻ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് ആണോ? എന്താ മക്കളെ ഫോർമുല? E = 1/4πε0 Q/r². തെറ്റിപ്പോരുത്. ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് E = ഫോർമുല 1/4πε0 Q/r². അടുത്തത് ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജ് ആണോ? എന്താ വരും? E = 1/4πε0 സിഗ്മ I = 1 to n QI/RI² ആണ്. ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജ് E = ഫോർമുല എന്ത് വരും? 1/4πε0 സിഗ്മ I = 1 to n QI/RI² ആണ്. Then അടുത്തത് ഇലക്ട്രിക് ഡൈപോൾ ആണ്. എന്താണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ? ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയും അല്ലേ. ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് an electric dipole. The strength of the electric dipole is expressed in terms of electric dipole moment on. The strength of the electric dipole is expressed in terms of electric dipole moment on. It is numerically equal to the product of one of the charge and the distance between the two charges.
It is numerically equal to product of എന്തൊക്കെയാ one of the charge, that is P vector is equal to 2L vector into എന്ത് വരും Q വരും. P vector is equal to എന്ത് വരും 2L vector into എന്ത് വരും Q വരും. ആണോ? That is ഇനി ഇതിനകത്ത് രണ്ട് സാധനങ്ങൾ, അതിന്റെ യൂണിറ്റ് എന്ത് വരും കൂളം മീറ്റർ ആണ്. ആണോ? ആക്സിയൽ ലൈനും ഉണ്ട്, ഇക്വറ്റോറിയൽ ലൈനും ഉണ്ട്. ആണോ? ഈ ആക്സിയൽ ഈസ് ഈക്വൽ ടു ഫോർമുല എന്ത് വരും? ഈ ആക്സിയൽ ഈസ് ഈക്വൽ ടു ഈ ആക്സിയൽ ഈസ് ഈക്വൽ ടു 1/4πε0 2p by r cube ആണ്. ഈ ഇക്വറ്റോറിയൽ ഈസ് ഈക്വൽ ടു ഫോർമുല 1/4πε0 ഈ ഇക്വറ്റോറിയൽ ഈസ് ഈക്വൽ ടു ഫോർമുല 1/4πε0 p by r cube ആണ്. ആണോ? ദെൻ ഇത്ര നമുക്ക് അറിയാവുന്നേ, നമുക്ക് പഠിക്കാനുള്ള അറ്റ് എനി പോയിന്റ് ആണെങ്കിൽ ഇമ്പോർട്ടൻറ്റ്, ഇത് പഠിക്കാത്തൊരു ഇക്വേഷനാണ്. അറ്റ് എനി പോയിന്റ് ആണെങ്കിൽ ഇ ഈസ് ഈക്വൽ ടു ഫോർമുല p by 4πε0 r cube into root of 3 cos square theta plus 1 ആണ്. മനസ്സിലായി? ഇമ്പോർട്ടൻറ്റ് p by 4πε0 r cube into root of 3 cos square theta plus എന്താണ് 1 ആണ്. ഇതിനകത്ത് കൂടെ ചോദിക്കാവുന്ന ചോദ്യം ടോർക്ക് ആക്ടിംഗ് ഓൺ എ ഡൈപോൾ. അല്ലേ? ടോ ഈസ് ഈക്വൽ ടു ഫോർമുല എന്താണ്? P sin theta ആണ്. In vector form tau vector is equal to P vector cross E vector. If theta is equal to 0 degree, then torque 0 ആയിരിക്കും. If theta is equal to 90 degree ആണെങ്കിൽ torque maximum ആയിരിക്കും. Tau max is equal to P. ആണോ? And if it is kept in a non-uniform field ആണെങ്കിൽ, entrance question, non-uniform field ആണെങ്കിൽ it will experience both translatory and rotation motion, that is force and torque. ഇങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെ കാണും? ഫോഴ്സും കാണും, ടോർക്കും കാണും. Because it will experience both translatory as well as rotational motion. Then ഇതിന്റെ കൂടെ ഒരു സാധനവും കൂടെ, പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോൾ. ആണോ? ഒരു സാധനം കൂടെ ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോൾ. എന്താ മക്കളെ ഫോർമുല? U is equal to minus PE cos theta ആണ്. In vector form U is equal to minus P vector dot E vector. അല്ലേ? If theta is equal to 0 degree ആണെങ്കിൽ U is equal to minus P വരും. കാരണം cos 0 1 ആണ്. ഇതിന് പറയുന്ന പേരാണ് സ്റ്റേബിൾ പൊസിഷൻ എന്ന് പറയും. If theta is equal to 180 degree ആണെങ്കിൽ അല്ലേ U is equal to cos 180 is minus 1. അങ്ങനെ ആകുമ്പോൾ U is equal to PE. ഇതിന് പറയുന്ന പേരാണ് അൺസ്റ്റേബിൾ പൊസിഷൻ എന്നും പറയും. ആണോ? സ്റ്റേബിൾ പൊസിഷനും ഉണ്ട്, അൺസ്റ്റേബിൾ പൊസിഷനും ഉണ്ട്. ആണോ? അതേപോലെ നമ്മൾ ഈ ആക്സിയൽ ബൈ ഈക്വറ്റോറിയൽ എന്താ വരും? 2/1 ആണ്. ഈ ഫോർമുല ഓർത്തിരിക്കുക. ഈ ആക്സിയൽ ഈസ് ടു ഈക്വറ്റോറിയൽ എന്താ വരും? 2/1 ആണ്. സോ അടുത്തത് ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ total number of electric field lines penetrating normal to a surface. ഒരു സർഫസിന് നോർമൽ ആയിട്ട് എത്ര ഫീൽഡ് ലൈൻസ് ആണോ പെനിട്രേറ്റ് ചെയ്യുന്നത് അതിന് പറയുന്ന പേരാണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയും. ആണോ? അല്ലേ? ദെൻ ഒരു ചെറിയ സർഫസ് എടുക്കുകയാണെങ്കിൽ phi is equal ബേസിക് ഫോർമുല 1/ε0 into Q ആണ് ബേസിക് ഫോർമുല. ദെൻ ഓൾസോ എങ്ങനെ എഴുതാം? phi is equal to ഇന്റഗ്രൽ ഓഫ് ഇങ്ങനെ ഇന്റഗ്രൽ ഓഫ് E വെക്ടർ ഡോട്ട് DS വെക്ടർ എന്ന് എഴുതാം. ഇങ്ങനെയാണ് ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കുന്ന രണ്ട് ഫോർമുല. phi is equal to ഒന്ന് 1/ε0 into Q, മറ്റൊന്ന് ഇന്റഗ്രൽ ഓഫ് എന്താ വരും? E വെക്ടർ ഡോട്ട് DS വെക്ടർ വരും. ദെൻ അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഗോഷ്യൻ സർഫസ്. എന്താ ഗോഷ്യൻ സർഫസ് എന്ന് പറഞ്ഞാൽ?
ഒരു ചാർജ് ചുറ്റും വരയ്ക്കുന്ന ഇമാജിനറി ക്ലോസ് സർഫസിന് പറയുന്ന പേരാണ് ഗോഷ്യൻ സർഫസ് എന്ന് പറയും. ഇറ്റ് ഈസ് ആൻ ഇമാജിനറി ക്ലോസ് സർഫസ് ഡ്രോൺ അറൗണ്ട് എ ചാർജ്. അല്ലെ, ഇറ്റ് ക്യാൻ ഹാവ് എനി ആർബിട്രറി ഷേപ്പ്. ഇറ്റ് നെവർ ടച്ചസ് ദ ചാർജ്. ഒരിക്കലും ചാർജ് എന്ത് ചെയ്യത്തില്ല, ടച്ച് ചെയ്യത്തില്ല. മനസ്സിലായോ? ഇറ്റ് ക്യാൻ ഹാവ് എനി ആർബിട്രറി ഷേപ്പ്. ദെൻ ഗോസസ് തിയറം ആണ്. എന്താ ഗോസസ് തിയറം പറയുന്നത്? അക്കോർഡിംഗ് ടു ഗോസസ് തിയറം ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, the total electric flux through any closed surface is equal to 1 by epsilon 0 times the net charge enclosed by the surface. That is surface integral of E vector dot ds vector is equal to 1 by epsilon 0 into q. അല്ലേ, ഇതിനാണ് നമ്മൾ ഗോസസ് തിയറം ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയും. So according to ഗോസസ് തിയറം ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, the total electric flux through any closed surface, ഏതൊരു ക്ലോസ്ഡ് സർഫസ് എടുത്താലും അവിടുത്തെ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എത്ര ടൈംസ് മക്കളെ? 1 by epsilon 0 times the net charge enclosed by the surface ആണ്. That is surface integral of E vector dot ds vector is equal to എന്ത് വരും? 1 by epsilon 0 into q ആണ്. Then ഇതിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. ഫസ്റ്റ് വൺ, ലൈൻ ചാർജ് ആണെങ്കിൽ E is equal to formula 1 by 4 pi epsilon 0 2 lambda by r ആണ്. Where lambda is equal to q by L is called linear charge ഡെൻസിറ്റി. ലാംഡയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറയും. രണ്ടാമത്തത് ഇൻഫിനിറ്റ് പ്ലെയിൻ പാരലൽ ഷീറ്റ് ആണ്. എന്താ ഫോർമുല? E is equal to sigma by 2 epsilon 0. ഇൻഫിനിറ്റ് പ്ലെയിൻ പാരലൽ ഷീറ്റ് E is equal to ഫോർമുല സിഗ്മ ബൈ 2 epsilon 0. 3, സിംഗിൾ ഷീറ്റ് ആണെങ്കിൽ എന്താ ഫോർമുല? E is equal to സിഗ്മ ബൈ epsilon 0 ആണ്. ഒരു സിംഗിൾ ഷീറ്റ് ഓഫ് ചാർജ് ആണെങ്കിൽ E is equal to ഫോർമുല എന്താണ്? സിഗ്മ ബൈ epsilon 0 ആണ്. Then 4, 2 infinity plane പാരലൽ ഷീറ്റ് ആണെങ്കിൽ എന്തോ വരും നോർത്തോക്കെ? എയും ബിയും ആണോ? ഇത് സിഗ്മ എയും ഇത് സിഗ്മ ബിയും. ഇത് റീജിയൻ 1, ഇത് റീജിയൻ 2, ഇത് റീജിയൻ 3 അല്ലേ? റീജിയൻ 1 ആണെങ്കിൽ എന്താ വരും? ഇ എ ഇങ്ങോട്ട്, ഇ ബി ഇങ്ങോട്ട് ആണോ? ഈ സിഗൽ എന്ത് വരും? -1/2 epsilon 0 ഇൻറ്റു സിഗ്മ എ പ്ലസ് സിഗ്മ ബി. റീജിയൻ 2 ആണെങ്കിൽ അല്ലേ? ഇ എ അങ്ങോട്ട്, ഇ ബി ഇങ്ങോട്ട് എന്താ ഒരു E is equal to 1/2 epsilon 0 ഇൻറ്റു സിഗ്മ എ മൈനസ് സിഗ്മ ബി വരും ആണോ? റീജിയൻ 3 ആണെങ്കിലോ രണ്ടും അങ്ങോട്ട് തന്നെ വരും. ഇ എയും അങ്ങോട്ട്, ഇ ബിയും അങ്ങോട്ട്. അങ്ങനെ ആകുമ്പോൾ E is equal to ഫോർമുല എന്താ വരും? 1/2 epsilon 0 ഇൻറ്റു സിഗ്മ എ പ്ലസ് സിഗ്മ ബി. 3 അല്ലേ? റീജിയൻ 1 ആണെങ്കിൽ -1/2 epsilon 0 ഇൻറ്റു സിഗ്മ എ പ്ലസ് സിഗ്മ ബി. റീജിയൻ 2 ആണെങ്കിൽ 1/2 epsilon 0 ഇൻറ്റു സിഗ്മ എ മൈനസ് സിഗ്മ ബി. ആൻഡ് റീജിയൻ 3 ആണെങ്കിൽ 1/2 epsilon 0 ഇൻറ്റു സിഗ്മ എ പ്ലസ് സിഗ്മ ബി. ഇനി ഇതിനകത്ത് തന്നെ രണ്ട് ചാർജസും ഈക്വൽ ഓപ്പോസിറ്റും ആണെങ്കിലോ അല്ലേ?
E is equal to plus sigmയും EA is equal to EB is equal to minus sigma എന്നിരിക്കട്ടെ. അങ്ങനെ ആകുമ്പോൾ എന്തോരും റീജിയൻ 1-ൽ E is equal to 0, റീജിയൻ 2-ൽ E is equal to sigma by epsilon 0. ഇതാണൊരു കപ്പാസിറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിള്. റീജിയൻ 3-ൽ E is equal to 0 അല്ലേ? ഇങ്ങനെ ഓർക്കുക അല്ലേ? ഒരു ഇൻഫിനിറ്റ് പ്ലെയിൻ പാരലൽ ഷീറ്റ് എടുക്കുകയാണെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഡിസ്റ്റൻസ്. ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഒരു കാരണവശാലും ഡിസ്റ്റൻസിൽ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. പറയാൻ മനസ്സിലായോ? ദെൻ അടുത്തത് ചാർജ് ഹോളോസ്ഫിയർ ആണ്. പറയാൻ മനസ്സിലായോ? ചാർജ് ഹോളോസ്ഫിയർ ആണ്. ആണോ? ഔട്ട്സൈഡ് ആണെങ്കിൽ ബേസിക് ഫോർമുല E is equal to 1/4 pi epsilon 0 sigma by r square ആണോ? മറ്റൊരു ഫോർമുല E is equal to sigma by epsilon 0 into capital R square by small r square. On the surface ആണെങ്കിൽ E is equal to sigma by epsilon 0. Inside ആണെങ്കിൽ E is equal to 0. ഓർക്കുക, ഡ്യൂ ടു എ ചാർജ് ഹോളോസ്ഫിയർ ആണെങ്കിൽ E is equal to ബേസിക് ഫോർമുല 1/4 pi epsilon 0 sigma by small r square. ദെൻ ഉണ്ടാവില്ലേ മറ്റൊരു ഫോർമുല, സോറി sigma by small r square അല്ല, q by small r square. 1/4 pi epsilon 0 q by small r square. ദെൻ മറ്റൊരു ഫോർമുല sigma by epsilon 0 ഇൻറ്റു എന്തോരും ക്യാപിറ്റൽ R square by small r square. ഓൺ ദ സർഫസ് ആണെങ്കിൽ E is equal എന്തോരും sigma by epsilon 0. ഇൻസൈഡ് ആണെങ്കിൽ E is equal എന്തോ വരും 0 വരും. ആണോ? ഇനി ഇങ്ങോട്ടൊക്കെ നമ്മളൊരു സിമ്പിൾ പെൻഡുലം എടുക്കുന്നു. ആ പെൻഡുലത്തിന് ഒരു പോസിറ്റീവ് ചാർജ് കൊടുക്കുന്നു. ആണേ? അങ്ങനെ നമുക്കറിയാം ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ബേസിക് ഫോർമുല T is equal to 2 pi into root of എന്തുവാ L/G. മനസ്സിലായോ? ആണോ? അങ്ങനെ ആകുമ്പോൾ ഞാൻ ഒരു പോസിറ്റീവ് പ്ലേറ്റിനെയാണ് ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ, ഒരു പോസിറ്റീവ് ചാർജ് പെൻഡുലം വന്നിരിക്കട്ടെ, ഞാൻ ഇതിൻ്റെ അടുത്തേക്ക് ഒരു പോസിറ്റീവ് പ്ലേറ്റിനെ കൊണ്ടുവരുന്നു എങ്കിൽ വാട്ട് ഹാപ്പൻസ് ടു ടൈം പീരീഡ്? ആണോ? അങ്ങനെ ആകുമ്പോൾ നമുക്കറിയാം F is equal ബേസിക് ഫോർമുല MA ആണ്, ബട്ട് F is equal നമുക്കറിയാം QE അല്ലേ? അങ്ങനെ ആകുമ്പം A is equal എന്ത് വരും മക്കളെ? സോറി, അങ്ങനെ ആകുമ്പോൾ എങ്ങനെ എഴുതാം? MA is equal to QE എന്ന് എഴുതാം. ആണോ? ഓർ A is equal എന്ത് വരും? QE by M ആണ്. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ പ്ലസ് QE ആണ്. ആണോ? അങ്ങനെ ആകുമ്പോൾ T is equal എന്ത് വരും ഫോർമുല 2 pi into root of L/G plus QE by M വരും. പറയാൻ മനസ്സിലായോ? അങ്ങനെ ആകുമ്പോൾ ഡിനോമിനേറ്റർ കുറയും, സോറി കൂടും. അങ്ങനെ ടൈം പീരീഡ് എന്ത് ചെയ്യും? കുറയും. തിരിച്ച് നെഗറ്റീവ് ചാർജ് ആണെങ്കിലോ T is equal to 2 pi into root of L/G minus QE by M. ഇമ്പോർട്ടൻറ്റ്. പറയാൻ മനസ്സിലായോ? നമ്മളൊരു സിമ്പിൾ പെൻഡുലം എടുക്കുന്നു. ആ പെൻഡുലം ഒരു ചാർജ് പോസിറ്റീവ് ചാർജ് ഒരു പെൻഡുലം വന്നിരിക്കട്ടെ. അന്നേരം അത് നെഗറ്റീവ് ആണെങ്കിൽ ഓക്കെ. അന്നേരം അതേ കണക്കത്തുള്ള ചാർജ് കൊണ്ടുവരുവാണെങ്കിൽ ജിയുടെ കൂടെ ആഡ് ചെയ്യുക. ഓപ്പോസിറ്റ് ടൈപ്പ് കൊണ്ടുവരുവാണെങ്കിൽ ജിന് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. സോ ഇതാണ് നമ്മളെ ഫസ്റ്റ് ചാപ്റ്റർ. വി ക്യാൻ മൂവ് ഓൺ ടു അവർ സെക്കൻഡ് ചാപ്റ്റർ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് capacitance. So what is electric potential? എന്തിനാണ് നമ്മൾ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്? This is numerically equal to the total amount of work done to carry a unit positive charge from infinity to that point. That is V is equal to W by Q0. SI unit is volt ആണ്. ആണോ? 1 volt is equal to 1 joule by 1 coulomb.
ആണോ? അതേപോലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് VB മൈനസ് VA തിരിച്ചാലും കുഴപ്പമില്ല. എന്ത് തന്നെ W ബൈ എന്താണ് Q0 ആണ്. ആണോ? ദെൻ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് ആണെങ്കിൽ E is equal to ഫോർമുല 1/4πε0 Q by R ആണ്. ഡ്യൂ ടു എ പോയിന്റ് ചാർജ് ആണെങ്കിൽ V is equal to ഫോർമുല എന്താണ്? സോറി E അല്ല, V is equal to 1/4πε0 Q by R ആണ്. ദെൻ ഡ്യൂ ടു എ ഡൈപോൾ ആണെങ്കിൽ at any point എന്താ ഒരു ഫോർമുല? V is equal to 1/4πε0 P cos theta by എന്തോ വരും R square ആണ്. at any point on the dipole എന്തോ വരും? V is equal to 1/4πε0 P cos theta by എന്തോ വരും R square വരും. ഇതിൽ നിന്നാണ് നമ്മൾ ആക്സിയലും ഇക്വറ്റോറിയലും ഓൺ ദ ആക്സിയൽ പോയിന്റ് ആണെങ്കിൽ അല്ലേ തീറ്റ എത്ര ഡിഗ്രി വരും? 0. കോസ് 0 എത്ര വരും? 1. അങ്ങനെ ആകുമ്പോൾ B is equal to ഫോർമുല എന്തോ വരും? 1/4πε0 P by എന്തോ വരും R സ്ക്വയർ. ഇത് ആക്സിയൽ പോയിന്റ് ആണെങ്കിൽ. ഇനി ഓൺ ദ ഇക്വറ്റോറിയൽ പോയിന്റ് ആണെങ്കിൽ തീറ്റ is equal to 90 ഡിഗ്രി വരും. ആണോ? കോസ് 90 is 0. അങ്ങനെ ആകുമ്പം V is equal to എന്തോ വരും? 0 വരും. മനസ്സിലായി? ആക്സിൽ ആണെങ്കിൽ തീറ്റ 0 ഡിഗ്രി, കോസ് 0 1 വരും. V is equal to 1/4πε0 P by R സ്ക്വയർ വരും. ഓൺ ദ ഇക്വറ്റോറിയൽ പോയിന്റ് ആണെങ്കിൽ തീറ്റ 90 ഡിഗ്രി, കോസ് 90 എത്ര? 0. അങ്ങനെ ആകുമ്പോൾ V എന്തോ വരും? 0. അന്നേരം can there exist a point where the potential is 0 but the electrical intensity is not 0? പറ്റും. എവിടെ? ഓൺ ദ ഇക്വറ്റോറിയൽ ലൈൻ ഓഫ് ഇലക്ട്രിക് ഡൈപോൾ. ദെൻ വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ പൊട്ടൻഷ്യൽ ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി? പൊട്ടൻഷ്യൽ ഡിഫറൻസ് VA മൈനസ് VB ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ഫോർമുല ആണ് നെഗറ്റീവ് ഓഫ് ദ ലൈൻ ഇന്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് E വെക്ടർ ഡോട്ട് dr വെക്ടർ. Potential difference between 2 points in an electrostatic field is numerically equal to negative of the line integral of electric field എന്ന് പറയും. Or അല്ലേ electric field intensity is numerically equal to negative potential gradient minus dV by dr. പറയാൻ അല്ലെങ്കിൽ അല്ലേ E is equal to നമുക്ക് V by R എന്ന് എഴുതാം. പൊട്ടൻഷ്യലിനെ ഡിസ്റ്റൻസ് വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്തോ കിട്ടും? ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. ദാറ്റ് ഈസ് E is equal എന്തോ വരും? V by R വരും. ഇതെല്ലാം ഓർത്തിരുന്നോണം. ദെൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് ആണ്. എന്തിനെയാണ് മക്കളെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് എന്ന് പറയുന്നത്? those surfaces where the potential is same everywhere. എവിടെയാണോ പൊട്ടൻഷ്യൽ സെയിം ആയിട്ട് വരുന്നത് അങ്ങനെയുള്ള സർഫസസിന് നമ്മൾ പറയുന്ന പേരാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ്. എന്തൊക്കെയായിരുന്നു പ്രോപ്പർട്ടി? അല്ലേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഈസ് 0. പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണെങ്കിൽ വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് അത് എന്ത് തന്നെയായിരിക്കും? 0 ആയിരിക്കും. ആണോ? 3 നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. ഒരിക്കലും എന്തോ ചെയ്യത്തില്ല? ഇന്റർസെക്ട് ചെയ്യത്തില്ല. 4 ഇക്വിപൊട്ടൻഷ്യൽ സർഫസും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് are mutually perpendicular. That is angle എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി. ഇക്വിപൊട്ടൻഷ്യൽ സർഫസും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. ഒരു എക്സാമ്പിൾ നിങ്ങൾ ഒത്തിരി പഠിച്ചിട്ടുള്ളതാണ്. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഫീൽഡ് ഇങ്ങനെ, ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഇങ്ങനെ. ഇതൊരെണ്ണം
ഇത് മറ്റൊരെണ്ണം. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇങ്ങനെ ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് എങ്ങനെ ആയിരിക്കും? അങ്ങനെ തന്നെ ആയിരിക്കും. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിലോ എങ്ങനെ വരും? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ സർഫസ് എങ്ങനെ വരും? എങ്ങനെയാ? ഒരു ഡോർ കണക്ക് വരും. കാരണം പെർപെൻഡിക്കുലർ ആയിരിക്കണം. മനസ്സിലായി? ഇതാണ് ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയും. Then electrostatic potential energy ആണ്. അല്ലേ? The work done to bring a unit positive charge in from infinity to that point is stored as its potential energy. അല്ലേ? പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ. ആ ചെയ്ത വർക്കാണ് എന്തായിട്ട് സ്റ്റോർ ചെയ്യുന്നത്? എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. സോ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു? ഇറ്റ് ഈസ് എ വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. ഇൻഫിനിറ്റിയിൽ ഇത് ഒരു പോയിന്റ് വരെ കൊണ്ടുവരാൻ, ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരാൻ എത്ര എമൗണ്ട് ഓഫ് വർക്ക് ചെയ്യുന്നോ അതിന് നമ്മൾ പറയുന്ന പേരാണ് അതിന്റെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയും. ആണോ? SI യൂണിറ്റ് ജൂൾ ആണ്. ആണോ? മറ്റൊരു യൂണിറ്റ് ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ 1.6 × 10⁻⁻⁹ ജൂൾ ആണ്. മനസ്സിലായോ? ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ 1.6 × 10⁻⁹ ജൂൾ ആണ്. ദെൻ അത് കഴിഞ്ഞിട്ടുള്ളത് പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് two charges. എന്താ ഫോർമുല? നമ്മൾ Q1 ഉം Q2 എന്നും പറയുന്ന രണ്ട് ചാർജ് ഡിസ്റ്റൻസ് r അകലെയാണെങ്കിൽ U = ഫോർമുല 1/4πε0 Q1 Q2/r. പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു സിസ്റ്റം ഓഫ് ടു ചാർജസ് ആണ്. U = ഫോർമുല 1/4πε0 Q1 Q2/r ആണ്. ആണോ? Then due to a system of n charges ആണെങ്കിലോ? due to a system of n charges ആണെങ്കിൽ U = ഫോർമുല എന്താ അറിയോ? 1/4πε0 ആണോ? 1/2 × sigma I = 1 to n, sigma j = 1 to n, I not equal to j qi qj by r ij. Due to a system of n charges, U = 1/4πε0 1/2 × sigma I = 1 to n. Important ആണ്. sigma j = 1 to n, I not equal to j qi qj by എന്തോ വരും? r ij വരും. Then എന്താണ് ഡൈലക്ട്രിക്സ്? അല്ലേ? ആക്ച്വലി ദേ ആർ ഇൻസുലേറ്റേഴ്സ് തന്നെയാണ്. ദാറ്റ് ഈസ് പുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. വിച്ച് ക്യാൻ ഇൻഡ്യൂസ് ചാർജസ് ഓൺ ദെയർ സർഫസ്. സർഫസസിനകത്ത് ചാർജസിന് ഇൻഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെയുള്ളതിന് നമ്മൾ പറയുന്ന പേരാണ് ഡൈലക്ട്രിക്സ് എന്ന് പറയും. ഇത് തന്നെ രണ്ടെണ്ണം ഉണ്ട്. നോൺ പോളാർ ഡൈലക്ട്രിക്സും ഉണ്ട്, പോളാർ ഡൈലക്ട്രിക്സും ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. നോൺ പോളാർ ഡൈലക്ട്രിക്സും ഉണ്ട്, പോളാർ ഡൈലക്ട്രിക്സും ഉണ്ട്. സെന്റർ ഓഫ് ഗ്രാവിറ്റിയെ ബേസ് ചെയ്താണ്. കോയിൻസൈഡ് ചെയ്യാം, കോയിൻസൈഡ് ചെയ്യാതിരിക്കാം. കോയിൻസൈഡ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ നോൺ പോളാറും, കോയിൻസൈഡ് ആണെങ്കിൽ പോളാർ എന്നും പറയും. ദെൻ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ് കപ്പാസിറ്റർ. അല്ലേ? എന്താണ് കപ്പാസിറ്റർ? ഇറ്റ് ഈസ് എ ഡിവൈസ് used to store electric charge.
അല്ലേ? സോ ദാറ്റ് ഇറ്റ് മേ പോസസ്. ഒരു കപ്പാസിറ്ററിനകത്ത് എന്തൊരു എനർജിയാണ് ഉള്ളത്? നിങ്ങൾ പറയും കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും എന്ന്. ആണോ? എന്തൊരു എനർജിയാ? ഇലക്ട്രിക്കൽ എനർജിയാണ്. നമുക്ക് ആകെ അറിയാവുന്ന എനർജി അതാ. പറയാൻ മനസ്സിലായോ? സോ ദാറ്റ് ഇറ്റ് മേ പോസസ് എന്തൊരു എനർജിയാണ്? ഇലക്ട്രിക്കൽ എനർജിയാണ്. അങ്ങനെ ഡിവൈസ് നമ്മൾ പറയുന്ന പേരാണ് കപ്പാസിറ്റൻസ്. കപ്പാസിറ്റർ Q proportional to V or Q is equal to CV, where C is equal to Q by V is a constant called capacitance എന്ന് പറയും. ആണോ? കപ്പാസിറ്റർ മറ്റൊരു പേരാണ് കണ്ടൻസർ എന്നും പറയും. SI യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ് ഈസ് ഫാരഡ് ആണ്. ആണോ? 1 ഫാരഡ് ഈസ് ഈക്വൽ ടു 1 കൂളം ബൈ 1 വോൾട്ട് ആണ്. അല്ലേ? 1 ഫാരഡ് ഈസ് ഈക്വൽ ടു 1 കൂളം ബൈ എത്രയാണ്? 1 വോൾട്ട് ആണ്. So what is a working principle of a capacitor? എന്താണ് ഒരു കപ്പാസിറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ? എന്തുവാ? ഒരു ചാർജ്ഡ് കണ്ടക്ടറിന്റെ അടുത്ത് നമ്മളൊരു എർത്തഡ് കണ്ടക്ടറിനെ വെക്കുകയാണെങ്കിൽ the presence of an earthed conductor near a charged conductor increases the capacitance of the charged conductor. This is the working principle of a capacitor. എന്തു പറഞ്ഞേ? The presence of an earthed conductor near a charged conductor increases the capacitance of the charged conductor. This is the working principle of a capacitor. Then parallel plate capacitor ആണ്. ഇത് തന്നെയാണ് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ അല്ലേ? ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് മെറ്റാലിക് പ്ലേറ്റ് വിത്ത് സെക്കൻഡ് പ്ലേറ്റ് എന്തോ ചെയ്യും? എർത്ത് ചെയ്യും. ഇതിന്റെ ഇടയിൽ നമ്മൾ എയറിനെയോ അല്ലെങ്കിൽ ഡൈഇലക്ട്രിക്കിനെയോ വെക്കും. അങ്ങനെ ഡിവൈസ് നമ്മൾ പറയുന്ന പേരാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ബേസിക് ഫോർമുല C is equal to എപ്സിലോൺ 0 A by D. ആണോ? മീഡിയം വെക്കുകയാണെങ്കിൽ തിക്നെസ് ഒന്നും പറയുന്നില്ലെങ്കിൽ C is equal to എപ്സിലോൺ 0 എപ്സിലോൺ R A by D. മനസ്സിലായോ? ബേസിക് ഫോർമുല C is equal to എപ്സിലോൺ 0 A by D ആണ്. ദെൻ മീഡിയം വെക്കുകയാണെങ്കിൽ C is equal to എപ്സിലോൺ 0 എപ്സിലോൺ R A by D ആണ്. Then what are the factors affecting capacitance? ഒന്ന് distance between the plates ആണ്. രണ്ട് area of the plates ആണ്. മൂന്ന് presence of a dielectric medium ആണ്. So മൂന്നെണ്ണം ഏതൊക്കെയാ? distance between the plates, area of the plates, presence of a dielectric medium ആണ്. Then introduction of a മെറ്റാലിക് സ്ലാബ് ആണെങ്കിൽ ആദ്യത്തേത് മെറ്റാലിക് സ്ലാബ് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഈസ് പോസിറ്റീവ് നെഗറ്റീവ്. നമ്മൾ T തിക്നെസ് ഉള്ള ഒരു മെറ്റാലിക് സ്ലാബ് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ C ഡാഷ് ഈസ് ഈക്വൽ ടു എന്തോരും? എപ്സിലോൺ 0 A by 1 മൈനസ് T by D ആണ്. ഇതാണ് ഫോർമുല. എന്താണ് നോക്കുന്നത്? നമ്മളൊരു മെറ്റാലിക് സ്ലാബ് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ C ഡാഷ് ഈസ് ഈക്വൽ ടു ഫോർമുല എപ്സിലോൺ 0 A by 1 മൈനസ് T by D ആണ്. സോ ഇഫ് T ഈസ് ഈക്വൽ ടു D ആണെങ്കിൽ C ഡാഷ് ഈസ് ഈക്വൽ എന്തോരും? എപ്സിലോൺ 0 A by 1 മൈനസ് 1, ദാറ്റ് ഈസ് എപ്സിലോൺ 0 A by 0, ദാറ്റ് ഈസ് ഇൻഫിനിറ്റി. നമുക്ക് ഇൻഫിനിറ്റ് കപ്പാസിറ്റൻസ് ഉള്ള ഒരു കപ്പാസിറ്റർ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. നമ്മൾ എന്തോ ചെയ്താൽ മതി? അതിൻ്റെ ഇടയ്ക്ക് ഒരു മെറ്റാലിക് സ്ലാബ്, അതേ കനമുള്ള ഒരു മെറ്റാലിക് സ്ലാബ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആണോ? ദെൻ അടുത്തത് ഡൈഇലക്ട്രിക് സ്ലാബ് ആണ്. ഡൈഇലക്ട്രിക് സ്ലാബ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് D, ഇത് T ആണെങ്കിൽ C ഡാഷ് ഈസ് ഈക്വൽ ടു ഫോർമുല എപ്സിലോൺ 0 A by 1 മൈനസ് T by D ഇൻറ്റു 1 മൈനസ് 1 by K ആണ്. ഇമ്പോർട്ടൻറ്റ്. മനസ്സിലായി? ഒരു ഡൈഇലക്ട്രിക് സ്ലാബ് ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ C ഡാഷ് ഈസ് ഈക്വൽ ടു ഫോർമുല എന്താണ്? എപ്സിലോൺ 0 A by 1 മൈനസ് T by D ഇൻറ്റു എന്താണ്?
1 മൈനസ് 1 ബൈ കെ ആണ്. ഇനി ഒരു സിലിണ്ടറിക്കൽ കപ്പാസിറ്റർ ആണ് വെക്കുന്നതെങ്കിൽ ഇക്വേഷൻ 4 സിലിണ്ടറിക്കൽ കപ്പാസിറ്റർ ആണ്. C is equal to formula 2 pi epsilon 0 L by ln R2 by R1 ആണ്. മനസ്സിലായി? ഒരു സിലിണ്ടറിക്കൽ കപ്പാസിറ്റർ ആണെങ്കിൽ ഫോർമുല ആണ് 2 pi epsilon 0 L by ln log അല്ലേ? L എന്ന് പറഞ്ഞാൽ log to the base E ആണ്. R2 by എന്താണ്? R1 ആണ്. ഇനി സ്ഫെറിക്കൽ കപ്പാസിറ്റർ ആണെങ്കിൽ C is equal to 4 pi epsilon 0 R1 R2 by R2 minus R1 ആണ്. ഒരു സ്ഫെറിക്കൽ കപ്പാസിറ്റർ ആണെങ്കിൽ C is equal to ഫോർമുല ആണ് 4 pi epsilon 0 into R1 R2 by R2 minus R1, where R2 is the outer radius and R1 is the inner radius. അത് ഓർത്തിരിക്കുക. R2 എന്ന് പറഞ്ഞാൽ outer radius and R1 is the inner radius. Then ഒരു ഐസൊലേറ്റഡ് സ്ഫെറിക്കൽ കണ്ടക്ടർ ആണെങ്കിൽ C is equal to formula 4 pi epsilon 0 into capital R ആണ്, where R is the radius. ഒരു ഐസൊലേറ്റഡ് സ്ഫെറിക്കൽ കണ്ടക്ടർ ആണെങ്കിൽ C is equal to ഫോർമുല ആണ് 4 pi epsilon 0 into R ആണ്, where R is the radius. Then capacitors in series ആണെങ്കിൽ എന്തോ ഫോർമുല 1 by C is equal to 1 by C1 plus 1 by C2 plus 1 by C3. If there are n capacitors, each of capacitance C ആണെങ്കിൽ 1 by CS is equal to n by C വരും, or CS is equal to C by n വരും. The series connection ആണെങ്കിൽ then capacitors in parallel എന്താ വരും? C is equal to C1 plus C2 plus C3. If there are n capacitors, each of capacitance capital C ആണെങ്കിൽ CP is equal എന്ത് വരും? NC വരും. അന്നേരം CS is equal to C by n ആണ്, CP is equal എന്താണ്? NC. So what is CS by CP? അന്നേരം എന്ത് വരും? C by n by എന്ത് വരും? NC. C യും C യും ക്യാൻസൽ ആവും. That is 1 by n square വരും. ഓർത്തിരിക്കുക. മനസ്സിലാവും അല്ലേ? CS is equal to C by n ആണ്, CP is equal to NC ആണ്, then CS by CP is equal എന്ത് വരും? 1 by n square ആണ്. Then energy of a capacitor ആണ്. The formula energy is equal to the formula ഒരു ഫോർമുല പറ q square by 2c, മറ്റൊരു ഫോർമുല half cv square, മറ്റൊരു ഫോർമുല half qv. ഇതാണ് എനർജി ഓഫ് എ കപ്പാസിറ്റർ. then energy density
U is equal to formula എന്തുവാ half epsilon 0 E square, where E is the intensity of electric field. U is equal to formula എന്താണ് half epsilon 0 എന്താണ് E square ആണ്. ഇനി നമ്മൾ രണ്ട് കപ്പാസിറ്റേഴ്സ് എടുക്കുന്നു. ഇത് C1 ആണ്, ചാർജ് Q1 ആണ്, പൊട്ടൻഷ്യൽ V1 ആണ്. ഇത് Q2 ആണ്, C2 ആണ്, പൊട്ടൻഷ്യൽ V2 ആണ്. ഇത് ആക്ച്വലി ഡിസ്ട്രിബ്യൂഷൻ ആണ് അല്ലേ? സോ ബിഫോർ ഷെയറിംഗ്, ഷെയർ ചെയ്യുന്നതിന് മുമ്പേ Q1 is equal to C1 V1 ആണ്. ആൻഡ് എനർജി U1 is equal to half C1 V1 square ആണ്. അതേപോലെ Q2 is equal to C2 V2 ആണ്. U2 is equal to half C2 V2 square ആണ്. അത് ബിഫോർ ഷെയറിംഗ് ആണ്. നോക്കുക, നമ്മൾ രണ്ടെണ്ണം സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നു. Q1 ഉണ്ട്, എനർജി U1 ഉണ്ട്, Q2 ഉണ്ട്, U2 ഉണ്ട്. ഇനി ഇങ്ങോട്ട് നോക്കേ, മായ്ക്കണ്ട, ഇതിനെ രണ്ടിനെയും കൂടെ ഒരു വയർ വെച്ച് കണക്ട് ചെയ്യുന്നു ആണോ? സച്ച് ദാറ്റ് they attain a common potential V. പൊട്ടൻഷ്യൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും ആണോ? അങ്ങനെ ആകുമ്പം Q1 dash is equal to ഫോർമുല C1 V ആണ് ആണോ? ആൻഡ് എനർജി U1 dash is equal to half C1 V square ആണ്. അതേപോലെ Q2 dash is equal to C2 V ആണ്. U2 dash is equal to half C2 V square ആണ് ആണോ? then common potential V ഫോർമുല Q1 plus Q2 by C1 plus C2 ആണ്. that is C1 V1 plus C2 V2 by C1 plus C2 ആണ്. രണ്ടിനെ കൂടെ നമ്മളൊരു വയർ വെച്ച് കണക്ട് ചെയ്യുവാണെങ്കിൽ, രണ്ട് കപ്പാസിറ്റേഴ്സിനെ വയർ വെച്ച് കണക്ട് ചെയ്യുവാണെങ്കിൽ അതിന്റെ കോമൺ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്ന ഫോർമുല V is equal to Q1 plus Q2 by C1 plus C2 അല്ലെങ്കിൽ C1 V1 plus C2 V2 by എന്താണ് C1 plus C2 ആണ്. then energy stored in them before sharing, total energy U is equal to U1 plus U2 ആണ് ആണോ? that is half C1 V1 square plus half C2 V2 square. after sharing ആണെങ്കിൽ ആണോ? U is equal to ആണോ U1 dash plus U2 dash ആണ്. that is എന്ത് വരും? half C1 plus C2 into എന്ത് വരും? V square ആണ്. മനസ്സിലായോ? ആഫ്റ്റർ ഷെയറിംഗ് ആണെങ്കിൽ ഇത്. then loss of energy delta U എന്ന് കൊടുക്കാം. delta U is equal to ആണോ അല്ലേ U initial minus U final എന്ന് എഴുതാം ആണോ? that is before sharingും after sharing നമ്മൾ ഡിഫറൻസ് that is half into C1 C2 by C1 plus C2 into V1 minus V2 the whole square ആണ്. important. half into C1 C2 by C1 plus C2 into V1 minus V2 the whole square ആണ്. where delta U is the loss of energy എന്ന് പറയും. ഈ രണ്ടും കൂടെ കോമൺ ആയിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ
എത്ര എനർജി അവിടെ നഷ്ടപ്പെടുന്നു അതാണ് ഡെൽറ്റ യു. കണ്ടുപിടിക്കുന്ന ഫോർമുല ഹാഫ് ഇൻറ്റു C1 C2 ബൈ C1 പ്ലസ് C2 ഇൻറ്റു എന്തോരും V1 മൈനസ് V2 ദ ഹോൾ സ്ക്വയർ ആണ്. നെക്സ്റ്റ് വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ ആണ്. What is a Van de Graaff generator? It is a device used to, it is a high voltage electrostatic source ആണ് used in atom smashing experiment അല്ലേ, which can produce the potential up to 200 electron volt. അത്രയും പൊട്ടൻഷ്യൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് 200 മെഗാ ഇലക്ട്രോൺ വോൾട്ട് 200 മെഗാ MeV ആണ്. അത്രയും പൊട്ടൻഷ്യൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് എന്തെന്ന് പറയും വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ അല്ലേ. ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് പറയാമോ? വർക്കിംഗ് പ്രിൻസിപ്പിൾ കൊറോണ ഡിസ്ചാർജ് ആണ്. നമുക്കിപ്പോൾ അറിയാം, ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് കൊറോണ ഡിസ്ചാർജ്. കൊറോണ എന്ന് പറഞ്ഞ സാധനം എന്തോ കൊറോണ നടക്കുന്നത്, കൊറോണയ്ക്കകത്ത് നടക്കുന്ന എന്തോ സംഭവം അല്ലേ, ഒരാൾക്ക് പിടിക്കുന്നു, അതെന്ത് ചെയ്യുന്നു, അവിടുന്ന് സ്പ്രെഡ് ചെയ്ത് തന്നെ പോകുന്നു. പറയാൻ മനസ്സിലായി. അതേപോലെ തന്നെയാണ് ഈ കൊറോണ ഡിസ്ചാർജ് ആണ് നമ്മളെ ലൈറ്റ്നിങ് കണ്ടക്ടറിനകത്ത് നടക്കുന്നത്. മിന്നൽ രക്ഷാചാലകം എന്ന് പറയും, അഥവാ ലൈറ്റ്നിങ് കണ്ടക്ടർ. അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഈ കൊറോണ ഡിസ്ചാർജ് ആണ്. നമ്മൾ കണ്ടുകൊണ്ട് ഈ ലൈറ്റിംഗ് കണ്ടക്ടേഴ്സിനകത്ത് ടിപ്പ് എന്താണ് ഹൈ പൊട്ടൽ വളരെ കൂർത്തിരിക്കും. ഇങ്ങനെയാണ് ലൈറ്റിംഗ് ഡിസ്ചാർജ് ഇരിക്കുന്നത് ആണോ? അങ്ങനെ ആകുമ്പം ഇത് വളരെ കൂർത്തിരിക്കും. അങ്ങനെ കൂർത്തിരിക്കുവാണെങ്കിൽ ഇവിടെ പൊട്ടൻഷ്യൽ ഭയങ്കര കൂടുതലായിരിക്കും ആണോ? അന്നേരം എന്ത് പറ്റുമെന്ന് അറിയോ? ഈ പൊട്ടൻഷ്യൽ മൂലം ഇതിന്റെ സറൗണ്ടിങ്ങിൽ ഒരു ഹൈ ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇപ്പൊ നമ്മൾ പറയും ഒരു കൊറോണ രോഗി ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത് ചെല്ലുകയാണെങ്കിൽ നമുക്ക് പകരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ ആണോ ഇവിടെ ഒരു ഹൈ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും ആണോ? അങ്ങനെ ആവുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഇലക്ട്രിക് ഫീൽഡ് എയർ ക്ലൗഡ്സിനെ എന്തോ ചെയ്യും? അട്രാക്ട് ചെയ്യും. അങ്ങനെ അട്രാക്ട് ചെയ്യുമ്പോൾ അല്ലേ ക്ലൗഡ്സിൽ അതും അയണൈസ് ചെയ്യപ്പെട്ട ക്ലൗഡുകളായിരിക്കും അല്ലെ. അതിനകത്തുള്ള ചാർജിനെ ഈ സാധനം ഒന്നും എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്തതിനെ എന്ത് ചെയ്യും? ന്യൂട്രലൈസ് ചെയ്യിക്കും. പറയാൻ മനസ്സിലായി? അതല്ലേ നമ്മൾ ചെയ്യുന്നത്. അവരെ വിളിച്ചുകൊണ്ട് എന്ത് ചെയ്യും? ക്വാറന്റൈനിൽ കൊണ്ടുപോകും. അങ്ങനെ ക്വാറന്റൈനിൽ കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? അവരുടെ വൈറസിനെ നമ്മൾ എന്ത് ചെയ്യും? അവിടെ വെച്ച് ഇല്ലായ്മ ചെയ്യുക. അതേപോലെ തന്നെ ഇവരെന്ത് ചെയ്യും? ഈ സറൗണ്ടിങ് ചാർജ് അയണൈസ് ചെയ്യപ്പെട്ട ചാർജ് എന്ത് ചെയ്യും? മറ്റേ മാടി വിളിക്കും. എന്നാൽ അവരെന്ത് ചെയ്യും? ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അവരുടെ ചാർജിനെ എന്ത് ചെയ്യും? ന്യൂട്രലൈസ് ചെയ്യിക്കും. അങ്ങനെ നമുക്ക് ലൈറ്റിംഗ് എന്ത് ചെയ്യാൻ പറ്റും? പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് കോൾഡ് കൊറോണ ഡിസ്ചാർജ് എന്ന് പറയും. ഇതെന്ന് പറയും കൊറോണ ഡിസ്ചാർജ്. അതായത് പോയിന്റഡ് എൻഡിലെ കണ്ടക്ടേഴ്സിന്റെ പൊട്ടൻഷ്യൽ ഭയങ്കര കൂടുതലായിരിക്കും. സറൗണ്ടിങ് എയറിന് അതെന്ത് ചെയ്യും? ഇലക്ട്രിഫൈ ചെയ്യും. അങ്ങനെ ഇലക്ട്രിഫൈ ചെയ്യുമ്പോൾ ഈ ചാർജ് എയർ എന്ത് ചെയ്യും? മറ്റുള്ള ചാർജ് ക്ലൗഡ്സിനെ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. പറയുന്നത് ദാറ്റ് ഫിനോമിന ഈസ് കോൾഡ് കൊറോണ ഡിസ്ചാർജ് എന്ന് പറയും. അതായത് പോയിന്റഡ്, അതാണ് നമ്മൾക്കറിയാം കൊറോണ വൈറസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? എക്സ്ട്രീംലി സ്മോൾ വൈറസ് ആണ്. ഇതേപോലെ തന്നെ പോയിന്റഡ് കണ്ടക്ടേഴ്സ് ആണെങ്കിൽ മനസ്സിലായി ആ ടിപ്പിൽ എന്തായിരിക്കും? പൊട്ടൻഷ്യൽ ഭയങ്കര കൂടുതലായിരിക്കും. ഇമ്പോർട്ടന്റ് ആണ്. എക്സാം എൻട്രൻസ് യോജിലാണ് മനസ്സിലായി. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ വാൻ ഡി ഗ്രാഫ് ജനറേറ്ററീസ് എന്താണ്? കൊറോണ ഡിസ്ചാർജ് പഠിച്ചിട്ടുണ്ട്. അവിടെ രണ്ട് ചീപ്പുകൾ ഓർമ്മയുണ്ട് ആ പടമൊക്കെ. ഒന്നിനെ സ്പ്രേയിങ് കോം എന്നും മറ്റൊന്നിനെ കളക്ടിങ് കോം എന്നും പറയും. ഇത് സ്പ്രേയിങ് കോം ആണ്, ഇത് കളക്ടിങ് കോം. ഇവിടെ ഒരു ബെൽറ്റ് ഉണ്ട് ആണോ? എന്നാൽ ഈ സ്പ്രേയിങ് കോം എന്ത് ചെയ്യും? ഇവിടുന്ന് ഇലക്ട്രോൺസ് ചാർജിനെ തുപ്പും, സ്പ്രേ ചെയ്യും. അതാണ് കൊറോണ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ ബെൽറ്റ് മുകളിലോട്ട് മൂവ് ചെയ്യുക. അങ്ങനെ ബെൽറ്റ് മുകളിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇവിടുന്ന് പോസിറ്റീവ് ചാർജ് ആണ്, പോസിറ്റീവ് ചാർജ് മുകളിലോട്ട് മൂവ് ചെയ്യും. അങ്ങനെ പോസിറ്റീവ് ചാർജ് പോകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഇവിടെ ഇൻഡക്ഷൻ, ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ടാവും ആണോ? അന്നേരം ടോപ്പും ബോട്ടവും തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മൂലം എന്ത് പറ്റും? ഇവിടെ ഇലക്ട്രോൺ ഇരിക്കുകയാണ്, ഇലക്ട്രോൺ എന്ത് ചെയ്യും? ആക്സലറേറ്റ് ചെയ്യപ്പെടും. സോ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ ഈസ് കോൾഡ് നമ്മൾ എന്താന്ന് പറയും? കൊറോണ ഡിസ്ചാർജ്. ദാറ്റ് ഈസ് ആക്ഷൻ അറ്റ് പോയിന്റ്സ് എന്നും പറയും. പിന്നെ മറ്റൊരു പേരാണ് ആക്ഷൻ അറ്റ് പോയിന്റ്സ് എന്നും പറയും. സോ ഇത്രയാണ് ഇതിന്റെ തിയറി പാർട്ട്. സോ നമുക്ക് നമ്മളുടെ പ്രോബ്ലം പാർട്ട് നോക്കാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 2 ഇൻസേർട്ടിംഗ് മെറ്റൽ സ്ഫിയേഴ്സ് നോക്കുക ആർ റബ്ഡ് അഗെയിൻസ്റ്റ് ഈച്ച് അതർ and placed 96 cm apart. If they attract each other with a force of 0.1 Newton, how many electrons were transferred from one sphere to the other sphere during rubbing? രണ്ട് ഇൻസുലേറ്റിംഗ് മെറ്റൽ സ്ഫിയേഴ്സ് ആർ റബ്ബ് ചെയ്യുന്നു അല്ലേ? they are placed 96 cm apart. If they attract each other with a force of 0.1
1 ന്യൂട്ടൺ. ഹൗ മെനി ഇലക്ട്രോൺസ് അല്ലേ? സോ രണ്ടും ചാർജ് നമുക്ക് സെയിം ആയിട്ട് എടുക്കാം. അങ്ങനെ ആകുമ്പോൾ കൂളംസ് ലോ. എന്താ കൂളംസ് ലോ പറയുന്നത്? എഫ് ഈസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 ബൈ എന്ത് വരും? ആർ സ്ക്വയർ ആണ് മക്കളെ. ദാറ്റ് ഈസ് എഫ് ഈസ് ഈക്വൽ ടു 1/4πε0 Q സ്ക്വയർ ബൈ എന്ത് വരും? ആർ സ്ക്വയർ ആണ്. ഇനി നമുക്ക് എന്തോ തരുന്നുണ്ട്? ഫോഴ്സ് തരുന്നുണ്ട്. എത്ര? എഫ് 0.1 ന്യൂട്ടൺ ആണോ? പിന്നെന്തോ തന്നിട്ടുണ്ട്? ഡിസ്റ്റൻസ് 96 സെന്റിമീറ്റർ. ദാറ്റ് ഈസ് 0.96 മീറ്റർ ആണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആദ്യം Q കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് 0.1 ഈസ് ഈക്വൽ ടു എന്തോ വരും? 1/4πε0 9 × 10⁻⁹ ഇൻറ്റു Q സ്ക്വയർ ബൈ 0.96 ദ ഹോൾ സ്ക്വയർ ആണോ? ദാറ്റ് ഈസ് ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്? Q കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. Q ഈസ് ഈക്വൽ ടു എന്തോ വരും? അന്നേരം Q സ്ക്വയർ ഈസ് ഈക്വൽ ടു 0.96 സ്ക്വയർ ഇൻറ്റു 0.1 ബൈ 9 × 10⁻⁹ ആണോ? ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താ പറയുക അറിയോ? അല്ലേ? നമുക്ക് ഇതിന്റെ ഇത് Q സ്ക്വയർ ആണ്. അന്നേരം Q ഈസ് ഈക്വൽ എന്ത് വരും? ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കണം. ദാറ്റ് ഈസ് 0.96 ആണോ? ഇൻറ്റു 10⁻⁴ ഇതെന്ന് പറഞ്ഞാൽ 0.1 എന്ന് പറഞ്ഞാൽ 10⁻⁻1 ആണ്. ഇതാവുമ്പോൾ 10⁻⁻8 ആവും. അത് സോൾവ് ചെയ്യുമ്പോൾ 10⁻⁻5 വരും ബൈ 9 സ്ക്വയർ ക്യൂബ് സ്ക്വയർ റൂട്ട് ഓഫ് 9 ഈസ് 3 വരും ആണോ? ഇത് Q കിട്ടി. പക്ഷെ നമുക്ക് ചോദിച്ചേക്കുന്ന Q അല്ല കണ്ടുപിടിക്കുന്നത്. ഹൗ മെനി ഇലക്ട്രോൺസ് വർ ട്രാൻസ്ഫേർഡ് ഫ്രം വൺ സ്ഫിയർ ടു ദ അതർ സ്ഫിയർ ഡ്യൂറിംഗ് റബ്ബിംഗ്. എത്ര ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യും? ഇനി നമുക്കറിയാം Q ഈസ് ഈക്വൽ ടു ഫോർമുല എന്തുവാ? Ne ആണോ? അങ്ങനെ ആകുമ്പോൾ N ഈസ് ഈക്വൽ എന്ത് വരും? Q ബൈ E വരും. ദാറ്റ് ഈസ് Q എത്ര വരും? 0.96 ഇൻറ്റു 10⁻⁻5 ബൈ 3 ആണോ? ബൈ E എന്ന് പറഞ്ഞാൽ ഒരു 1.6 ഇൻറ്റു 10⁻⁻19. ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 2 ഇൻറ്റു 10⁻13 വരും. നല്ല ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്ത് ചെയ്തു? ക്വസ്റ്റ്യൻ ആണ് അല്ലേ? 2 ഇൻസുലേറ്റിംഗ് മെറ്റൽ സ്ഫിയേഴ്സ് ആർ റബ്ഡ് അഗെയിൻസ്റ്റ് ഈച്ച് അതർ. രണ്ട് ഇൻസുലേറ്റിംഗ് മെറ്റൽ സ്ഫിയേഴ്സ് ഉണ്ട് ആണോ? അങ്ങനെ ഇൻസുലേറ്റിംഗ് മെറ്റൽ സ്ഫിയേഴ്സ് ആകുമ്പോൾ രണ്ട് ഒരാണെന്നുള്ള സ്ഫിയർ ആകുമ്പോൾ ആദ്യത്തെ തന്നെ Q ആണെങ്കിൽ രണ്ടാമത്തെ എന്ത് തന്നെ Q. അങ്ങനെ ആകുമ്പോൾ കൂളംസിൽ അനുസരിച്ച് F ഈസ് ഈക്വൽ 1/4πε0 Q സ്ക്വയർ ബൈ ആർ സ്ക്വയർ കൊടുക്കുന്നു. F തന്നിട്ടുണ്ട്, R 0.96 മീറ്റർ ആണ്. ഞാൻ അതിലൊന്ന് Q കണ്ടുപിടിച്ചു. ദെൻ Q ഈസ് ഈക്വൽ NE കൊടുത്തു, N ഈസ് ഈക്വൽ Q ബൈ E കൊടുത്തു. എൻ്റെ വാല്യൂ കിട്ടി. മനസ്സിലായല്ലോ? ദെൻ മൂവിങ് ഓൺ ടു സെക്കൻഡ് ക്വസ്റ്റ്യൻ. ആ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചോക്കെ. A charge capital Q is placed at the center of the line joining the two charges small q. The system of the three charges will be in equilibrium if capital Q is equal to. മനസ്സിലായോ? നമ്മൾ ചോദ്യം ഇതാണ്. സ്മോൾ ക്യൂ എന്ന് പറയുന്ന രണ്ട് ചാർജ് ആണോ? ഇതിന്റെ നടുക്കായിട്ട് നമ്മൾ എന്തോത്തിനെ വെക്കുന്നു? ക്യാപിറ്റൽ ക്യൂവിനെ വെക്കുന്നു ആണോ? എങ്കിൽ ഈ സിസ്റ്റം അല്ലേ? The system of the three charges will be in equilibrium if capital Q is equal to. മനസ്സിലായോ? ഈ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ നമുക്ക് നോക്കാം. ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ഞാൻ D എന്ന് എടുക്കുന്നു ആണോ? അങ്ങനെ ആകുമ്പോൾ ഇത് D/2 ആണ്, ഇതും എന്ത് തന്നെ D/2 ആണ്. എന്നാലും ഞാൻ ഈ Q എന്ന് പറയുന്ന ചാർജിനകത്ത് ഈ സ്മോൾ ക്യൂ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും, ക്യാപിറ്റൽ ക്യൂ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും ആണോ? എന്നാൽ ഈ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ നെറ്റ് ഫോഴ്സിന്റെ വാല്യൂ എന്തായിരിക്കണം മക്കളെ? നെറ്റ് ഫോഴ്സിന്റെ വാല്യൂ 0 ആയിരിക്കണം. എന്നാൽ നമുക്ക് ആദ്യം F1 കണ്ടുപിടിക്കാം. F1 ഈസ് ഈക്വൽ ടു ഇവൻ ഇതിൽ കൊടുക്കുന്ന ഫോഴ്സ് എന്ത് വരും? 1/4πε0 Q ഇൻറ്റു സ്മോൾ ക്യൂ ബൈ എന്ത് വരും? D/2 ദ ഹോൾ സ്ക്വയർ ആണോ? ഇനി F2 എന്ന് പറഞ്ഞാൽ ഇവനിൽ കൊടുക്കുന്ന ഫോഴ്സ് എന്ത് വരും? 1/4πε0 Q സ്ക്വയർ ബൈ എന്ത് വരും? D സ്ക്വയർ. For the system to be in equilibrium, for the
system to be in equilibrium. സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ എന്തൊക്കെ ഈക്വൽ ആയിരിക്കണം? F1 plus F2 ന്റെ വാല്യൂ എന്തായിരിക്കണം എന്ന് പറഞ്ഞു? 0 ആയിരിക്കണം. ദാറ്റ് ഈസ് 1/4 pi epsilon 0 ആണോ? സ്മോൾ q ബൈ എന്ത് വരും? d/2 the whole square plus 1/4 pi epsilon 0 q square by d square is equal to എന്ത് വരും? 0. That is 1/4 pi epsilon 0 qq by എന്ത് വരും? d/2 the whole square equal to minus 1/4 pi epsilon 0 q square by എന്ത് വരും? d square. ക്യാൻസൽ ആയി പോവും. ഒരു ക്യൂവും പോവും. ആണോ? പറയാൻ മനസ്സിലായല്ലോ. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ക്യാപിറ്റൽ ക്യൂവിന്റെ വാല്യൂ ആണോ? അങ്ങനെ ആകുമ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് q by d square by 4 is equal to minus q by എന്ത് വരും? d square വരും. ആണോ? ദാറ്റ് ഈസ് ഇതങ്ങ് മുകളിൽ പോവും. 4q by d square is equal to minus q by d square. d squareും d squareും ക്യാൻസൽ ആവും. ദാറ്റ് ഈസ് ക്യാപിറ്റൽ q is equal to minus q by 4. നല്ല ക്വസ്റ്റ്യനാണ്. പറയാൻ മനസ്സിലായോ? നമുക്ക് രണ്ട് ചാർജ് തന്നേക്കുന്നു QQ. ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ക്യാപിറ്റൽ ക്യൂവിന് വെക്കുന്നു അല്ലേ? അങ്ങനെ ആകുമ്പോൾ ക്യാപിറ്റൽ ക്യൂവിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചത്. ആണോ? ക്യാപിറ്റൽ ക്യൂവിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചത്. സോ ദാറ്റ് ദ സിസ്റ്റം ടു ബി എന്തായിരിക്കണം? ഇക്വിലിബ്രിയം ആയിരിക്കണം. അങ്ങനെ ആകുമ്പോൾ F1 ഈസിക്കൽ എന്തോ ഒരു ഫോർമുല 1/4 pi epsilon 0 ക്യാപിറ്റൽ ക്യൂ ഇൻറ്റു ക്യൂ ബൈ എന്തോ വരും? d/2 the whole square. F2 ഈസിക്കൽ എന്തോ വരും? 1/4 pi epsilon 0 q square by എന്തോ വരും? d square. For the system to be in equilibrium എന്തൊക്കെ ഈക്വൽ ആയിരിക്കണം? F1 plus F2 is equal to 0. അങ്ങനെ ആവുമ്പോൾ രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്തിട്ട് 0 ആക്കുന്നു അല്ലേ? 1/4 pi epsilon 0 1/4 pi epsilon 0 ക്യാൻസൽ ആവും. ആണോ? സോ അങ്ങനെ ആകുമ്പോൾ ഒരു ക്യാപിറ്റൽ ക്യൂ ബൈ d square by 4 is equal to minus q by d square. 4 അങ്ങ് മുകളിൽ പോവും. d squareും ക്യാൻസൽ ആവും. സോ ക്യാപിറ്റൽ ക്യൂ is equal എന്ത് വരും? minus q by എന്ത് വരും? 4 വരും. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കേ. Question number 3. 3 identical charges are fixed at the corners of an equilateral triangle. If the force between any two charges is F, then the net force on each will be. ഒരു equilateral triangle. 3 ഐഡന്റിക്കൽ ചാർജ് വെക്കുന്നു. Q, Q, Q. മനസ്സിലായോ? If the force between any two charge, ഇവനകത്ത് കൊടുക്കുന്ന ഫോഴ്സ് F ആണ്. അതേപോലെ ഇവനകത്ത് കൊടുക്കുന്ന ഫോഴ്സ് എന്ത് തന്നെ? F ആണ്. ആണോ? അല്ലേ? Then the net force on each will be. ഇതിനകത്ത് ആക്കിയ നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കണം. അന്നേരം നമുക്കറിയാം ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആകുമ്പോൾ ഇത് 60 ഡിഗ്രി, ഇത് 60 ഡിഗ്രി, ഇത് എത്ര ഡിഗ്രി? 60 ഡിഗ്രി ആണേ. സോ അങ്ങനെ ആവുമ്പം നോക്കേ, ഇത് F അല്ലേ മക്കളെ? നോക്കിക്കോണം. ആണോ? ഇത് എത്ര ഡിഗ്രി വരും പറ? ഇത് ടോട്ടൽ 60 വരും. ഇത് 30 അല്ലേ? ആണോ? അങ്ങനെ ആകുമ്പോൾ ഇവിടെ എന്തോ വരും? F cos 30 വരും. ഇങ്ങോട്ട് എന്താ ആക്ട് ചെയ്യും? F sin 30 വരും. ആണോ? അതേപോലെ ഇങ്ങോട്ട് കൊടുക്കുന്നു. ആണോ? ഈ ആംഗിൾ 30 ഡിഗ്രിയാ. അങ്ങനെ ആകുമ്പോൾ ഇവിടെ എന്തോ വരും? F cos 30 വരും. ഇവിടെ എന്തോ വരും? F sin 30 വരും. ആണേ. അങ്ങനെ ആകുമ്പോൾ ഇതിനകത്ത് ആക്ട് ചെയ്ത നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. F sin 30 ഈക്വലും ആണ്, ഓപ്പോസിറ്റ് ആണ്. അങ്ങനെ അത് ക്യാൻസൽ ആയി പോകും. പിന്നെ F എന്ന് പറഞ്ഞാൽ എന്ത് വരും? F cos 30 പ്ലസ് F cos 30 ആണോ? ദാറ്റ് ഈസ് അന്നേരം എന്ത് വരും? F cos 30 ദാറ്റ് ഈസ് F ഇൻറ്റു വാട്ട് ഈസ് cos 30? √3/2 പ്ലസ് F ഇൻറ്റു cos 30 ഈസ് √3/2. ദാറ്റ് ഈസ് എന്ത് വരും? 2F ഇൻറ്റു
√3/2 ആണോ? 2 2 എന്ത് ചെയ്യും? ക്യാൻസൽ ആവും ആണോ? സോ ആൻസർ ഈസ് എന്ത് വരും? പറ. ആൻസർ ഈസ് √3f. സോ നല്ല ക്വസ്റ്റ്യൻ ആണ്. 3 ഐഡന്റിക്കൽ ചാർജ്. എന്നിട്ട് ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന √3f ആണെങ്കിൽ ഇത് √3f തന്നെയായിരിക്കും. ഇത് എന്ത് തന്നെയായിരിക്കും? √3f ആണ്. 3 ഐഡന്റിക്കൽ ചാർജസ് ക്യാപിറ്റൽ Q ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ 3 സൈഡുകളിൽ വെക്കുന്നു ആണോ? നമ്മൾ ചോദിച്ചേക്കുന്നത് ഒരു ചാർജ് മറ്റൊരു ചാർജിനകത്ത്, അതായത് ഈ 2 ചാർജ് ഓരോ ചാർജിനകത്ത് ആക്ട് നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത്. എന്നാൽ ഞാൻ ഇതിനകത്ത് കൊടുക്കുന്ന ഫോഴ്സ് F ആണെന്ന് പറയുന്നുണ്ട്. അതേപോലെ ഇത് എന്ത് തന്നെ F ആണ്. എന്നാൽ F എന്ന് പറയുന്ന ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. നമുക്കറിയാം മൊത്തത്തിൽ 60 ആണ്. എന്നാൽ ഇത് 30 ആണ്. എന്നാൽ ഇവിടെ എന്ത് വരും? F cos 30 വരും, ഇവിടെ F sin 30 വരും. അതേപോലെ ഇത് എടുക്കുവാണെങ്കിൽ ഇവിടെ F cos 30 വരും, F sin 30 വരും. F sin 30 ഈക്വൽ ഓപ്പോസിറ്റ് ആണ്ട് ക്യാൻസൽ ആയി പോകും. പിന്നെ F പ്രൊഡ്യൂസ് ചെയ്ത് 4 പേര് 2 പേര് കാഞ്ഞു പോയി. പിന്നെ എത്ര പേരേ ഉള്ളൂ? 2 പേര്. ആരൊക്കെയാ? ഒരു F cos 30 ഉണ്ട്, F cos 30 ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? F cos 30 പ്ലസ് F cos 30, അതായത് F ഇൻറ്റു എന്ത് വരും? √3/2 പ്ലസ് √3f ഇൻറ്റു √3/2, ദാറ്റ് ഈസ് 2f ഇൻറ്റു √3/2. 2 2 ക്യാൻസൽ ആയി പോവും. ദാറ്റ് ഈസ് ആൻസർ ഈസ് √3f. മനസ്സിലായല്ലോ? 4ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കേ. Three charges, each of +4 microcoulomb, are placed at the corners A, B, C and D of a square ABCD of side 1 meter. The electric field at the center of the square is. The electric field at the center of the square is. What is square? A, B, C, D ആണേ. ഇതിൽ 3 നമ്മൾ എന്ത് ചെയ്യുന്നു? ഐഡന്റിക്കൽ ആയിട്ടുള്ള ചാർജിന് വെക്കുന്നു. ഇത് Q, ഇത് Q, 4 ഇല്ല, ഇത് Q. 4 ഉണ്ടെങ്കിൽ ക്യാൻസൽ ആയി പോയെന്നെ. മനസ്സിലായോ? ആണോ? അങ്ങനെ ആവുമ്പോൾ ഇങ്ങോട്ട് നോക്കേ. ഈ പോയിന്റിൽ എയിലിരിക്കുന്ന Q ഒരു ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും ആണോ? നമുക്കറിയാം ഏതൊരു പോയിന്റിൽ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് വെക്കണം. അന്നേരം എയിലിരിക്കുന്ന Q പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. അതേപോലെ സിയിലിരിക്കുന്ന Q പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടാണ് ആണോ? ഇത് EA ആണ്, ഇത് EC ആണ് ആണോ? ഒന്ന് ആലോചിച്ച് നോക്കേ. രണ്ടും തുല്യ ദൂര അകലെയുമാണ്. അങ്ങനെ ആകുമ്പം EAയും ECയും എന്ത് ചെയ്യപ്പെടും? എന്ത് ചെയ്യപ്പെടും? ക്യാൻസൽ ആവും ആണോ? അങ്ങനെ ആകുമ്പം EA ആൻഡ് EC ക്യാൻസൽ ആണോ? ഇത് പിന്നുള്ളത് ആരാ? ഈ സാധനമാണ്. മനസ്സിലായോ? അങ്ങനെ ആകുമ്പം EBEC = എന്ത് വരും ഫോർമുല? 1/4πε0 Q/, ഞാൻ ഈ സൈഡ് D ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആണോ ഇത് എത്ര വരും എന്നറിയാവോ? അതാ മാക്സാ ആണോ? ഈ സൈഡ് എത്ര വരും? D/√2 ആണ്. സോ Q/, അത് ചെയ്ത് നോക്കിയാൽ മതി. D/ എന്ത് വരും? √2 the whole square വരും. That is EBEC = 1/4πε0 Q/, എന്ത് വരും? D²/2. That is EBEC = 1/4πε0 2Q/, എന്തോ വരും? D² ആണോ? ദാറ്റ് ഈസ് തന്നിട്ടുണ്ട്. ക്യൂന്റെ വാല്യൂ എത്ര? 4 മൈക്രോകൂളം ആണ്. ദാറ്റ് ഈസ് EBEC = 1/4π, ദാറ്റ് ഈസ് 9 × 10⁹ ഇൻറ്റു 2 ഇൻറ്റു ക്യൂന്റെ വാല്യൂ എത്ര മക്കളെ? 4 മൈക്രോകൂളം അല്ലേ ആണോ? 4 × 10⁻⁻6 ബൈ D എത്ര സെന്റിമീറ്ററാ? 1 മീറ്റർ ബൈ എത്ര വരും? 1². ദാറ്റ് ഈസ് ഇതിന്റെ ആൻസർ 7.2 × 10⁻⁴ Nm/Coulomb. അതിൽ തന്നെ ഒരു പ്രശ്നമുണ്ട് അല്ലേ? നമുക്ക് ആ 7.2 × 10⁻⁴ Nm/Coulomb 2 ഓപ്ഷൻ ഉണ്ടെന്ന് 3 ഓപ്ഷൻ ഉണ്ട്. ടുവേർഡ്സ് B ഉണ്ട്, ടുവേർഡ്സ് B ഉണ്ട്, ടുവേർഡ്സ് C ഉണ്ട് ആണോ? എന്നാലും ആലോചിച്ച് നോക്കേ. ഇവിടെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ചാൽ ഇവനെ റിപ്പൽ ചെയ്യില്ലയോ? ആ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ആരെടുത്തോട്ടാ? ദാറ്റ് ഈസ് ടുവേർഡ്സ്
സോ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. 3 ചാർജ് നമ്മൾ 3 ഐഡന്റിക്കൽ ചാർജ് കോണേഴ്സിൽ വെച്ചിരിക്കുന്നു. മനസ്സിലായി? ആ സിൻഡിക്കൽ ചാർജ് കോണേഴ്സിൽ വെച്ചിരിക്കുന്നു. മനസ്സിലായി? ആ സെന്ററിൽ എന്തുകൊണ്ട് പിടിക്കാനാണ് ചോദിച്ചേക്കുന്നത് അല്ലേ? ദ ഇലക്ട്രിക് ഫീൽഡ് സെന്റർ ഓഫ് ദ സ്ക്വയർ ഈസ്, എന്നാൽ ഈ അവിടെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെക്കുന്നു. ഈ പ്ലസ് ക്യൂ അല്ലെ, ഈ ക്യൂ എന്ത് ചെയ്യും? 2 ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കും. ഇത് കൊടുക്കുന്നത് ഇ എ ആണെങ്കിൽ ഇവൻ കൊടുക്കുന്നത് ഇ സി ആണ്. 2 ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആണ്. എന്നാൽ അത് 2 ക്യാൻസൽ ആയി പോയി. പിന്നെ ആര് മാത്രമേ ഉള്ളൂ? ഈ ക്യൂ മാത്രമേ ഉള്ളൂ. ഈ ക്യൂ കൊടുക്കുന്ന കണ്ടുപിടിക്കാൻ ഇത് ടോട്ടൽ ഞാൻ സൈഡ് ഡി ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതെന്താ വരും? d/√2. ഇത് ഡി ആണ്, ഇത് ഡി ആണ്. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ വരും. ആണോ? ഇതും എടുക്കുക, ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അന്നേരം ഇതെന്ന് പറഞ്ഞാൽ ഇതിന് എത്ര ആയിരിക്കും? പകുതി ആണോ? സോ അങ്ങനെ ആകുമ്പോൾ ഇ ബി ഈക്വൽ എന്ത് വരും? 1/4πε0q d/√2 ദ ഹോൾ സ്ക്വയർ വരും. ദാറ്റ് ഈസ് d സ്ക്വയർ ബൈ എന്ത് വരും? 2 വരും. ആ √2 ദ ഹോൾ സ്ക്വയർ 2 ആണ്. 2 അങ്ങ് മുകളിൽ പോകും. 2q/d സ്ക്വയർ വരും. നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ആൻസർ കണ്ടുപിടിക്കുന്നു അല്ലേ? ഇനി ഇവനെ റിപ്പൽ ചെയ്യുന്നുണ്ട്. ഫോഴ്സ് എങ്ങോട്ടാ? ഇലക്ട്രിക്കൽ എങ്ങോട്ടായിരിക്കും? ആരുടെത്തേക്കായിരിക്കും? ഡി അടുത്തായിരിക്കും. സോ എത്ര പ്രോബ്ലം ആയി? 4 പ്രോബ്ലം. സോ 5ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചോക്കെ. എ സർക്കുലർ വയർ ലൂപ്പ് ഓഫ് റേഡിയസ് എ ക്യാരീസ് എ ടോട്ടൽ ചാർജ് ക്യൂ. എ റേഡിയസ് ഉള്ള ഒരു വയർ ഇത് ക്യാരി ചെയ്യുന്ന ടോട്ടൽ ചാർജ് ആണ് ക്യൂ. ഡിസ്ട്രിബ്യൂട്ടഡ് യൂണിഫോംലി ഓവർ ഇറ്റ്സ് ലെന്ത്. അതായത് ഈ മൊത്തത്തിലുള്ള ഇതിനകത്താണ് ക്യൂ ഉള്ളത്. എ സ്മോൾ ലെന്ത് ഡി എൽ. ഡി എൽ എന്ന് പറയുന്ന ഒരു ചെറിയ ലെന്തിന് ആണോ ഓഫ് ദ വയർ ഈസ് കട്ട് ഓഫ്. ഇതിനകത്തുനിന്ന് ഞാൻ ഡി എൽ എന്ന് പറയുന്ന ചെറിയൊരു ലെന്തിനെ കട്ട് ചെയ്യുന്നു. ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ സെന്റർ ഡ്യൂ ടു the electric field at the center due to the remaining wire is. മനസ്സിലായോ? ആ റിമൈനിങ് വയർ മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കണം. മനസ്സിലായോ? ദാറ്റ് ഈസ് അങ്ങനെ ആവുമ്പോൾ നോക്കേ, ഈ ടോട്ടൽ റിങ്ങിനല്ലേ ക്യൂ ചാർജ് ഉള്ളത്? എ ആണ് റേഡിയസ് എങ്കിൽ 2πa സർക്കംഫറൻസ് ഉള്ള റിങ്ങിന് എത്ര ചാർജ് ഉണ്ട്? ക്യൂ ചാർജ് ഉണ്ട്. മനസ്സിലായോ? 2πa സർക്കംഫറൻസ് ഉള്ള റിങ്ങിന് എത്ര ചാർജ് ഉണ്ട്? ക്യൂ ചാർജ് ഉണ്ട്. ആണേ എങ്കിൽ 1 മീറ്റർ എത്ര ചാർജ് കാണും? 2πa സർക്കംഫറൻസ് പെരിമീറ്റർ ഉള്ള റിങ്ങിന് ക്യൂ ചാർജ് ഉണ്ട് എങ്കിൽ 1 മീറ്റർ എത്ര കാണും? ക്യൂ ബൈ എന്തോ വരും? 2πa വരും. ആണോ? എന്തോ വരും? ക്യൂ ബൈ 2πa. ഇതാണ് മനസ്സിലായോ? ആരുടെ ചാർജ്? യൂണിറ്റ് ലെന്തിന്റെ അഥവാ 1 മീറ്ററിന്റെ ചാർജ് എന്തോ വരും? ക്യൂ ബൈ 2πa. അങ്ങനെ ആകുമ്പം ചാർജ് ഓഫ് സ്മോൾ ലെന്ത് ഡി എൽ ഞാൻ എന്നെ ക്യൂ ഡാഷ് എന്ന് എടുക്കുന്നു. ആണോ? എന്തോ വരും അന്നേരം? പറ. ക്യൂ ഡാഷ് ഈസ് ഈക്വൽ ടു ആണോ? അന്നേരം ഡി എൽ ആണ് ലെന്ത് അല്ലെ? 1 മീറ്ററിന് ക്യൂ ബൈ 2πa ഇൻറ്റു അന്നേരം ഡി എൽ മീറ്ററിന് ഇൻറ്റു എന്തോ വരും? ഡി എൽ. അങ്ങനെ ആകുമ്പം ഇ ഡാഷ് ഈസ് ഈക്വൽ ഫോമിൽ എന്തോ വരും? 1/4πε0 ക്യൂ ഡാഷ് ബൈ ഇവിടെ തൊട്ട് ഇവിടെ ഡിസ്റ്റൻസ് എത്ര? എ ബൈ എന്തോ വരും? എ സ്ക്വയർ. ദാറ്റ് ഈസ് ഇ ഡാഷ് ഈസ് ഈക്വൽ ടു 1/4πε0 ക്യൂ ബൈ 2πa ഇൻറ്റു എന്തോ വരും മക്കളെ? ക്യൂ ബൈ 2πa ഇൻറ്റു 1/a സ്ക്വയർ വരും. ദാറ്റ് ഈസ് ഇ ഡാഷ് ഈസ് ഈക്വൽ ടു 1 ആണോ? എന്തോ ഒരു ആൻസർ? 4 into 2 is 8 pi square ആണോ? epsilon 0 a into a square is a cube ആണോ? മേളിൽ എന്താ വരും? അവിടെ ഡി എല്ലും കൂടി ഇല്ലേ? q dl. So answer is q dl by 8 pi square epsilon 0 a cube. So ചോദ്യം ഇതാണ്.
നമ്മൾ എന്ത് ചെയ്തു? ഒരു വയർ എടുക്കുന്നു, എ ആണ് റേഡിയസ്, ക്യൂ ആണ് ചാർജ്, അത് ഡി എൽ കട്ട് ചെയ്യുന്നു. അങ്ങനെ ആകുമ്പം ആലോചിച്ച് നോക്കുക, 2πaക്ക് എത്ര ചാർജ് ഉണ്ട്? ക്യൂ ചാർജ്. എങ്കിൽ 1 മീറ്ററിന് എത്ര ചാർജ് കാണും? q/2πa കാണും. സോ ചാർജ് ഓഫ് ദ സ്മോൾ ലെന്ത് dl-ന് 1 മീറ്ററിന് q/2πa ആണെങ്കിൽ dl-ന് എത്ര കാണും? q/2πa dl കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. സോ e ഡാഷ് ഈസിക്കൽ ഫോമിൽ എന്ത് വരും? 1/4πε0 q'/a² വരും. ദാറ്റ് ഈസ് 1/4πε0 q ഡാഷിന്റെ വാല്യൂ q/2πa ഇൻറ്റു എന്ത് വരും? dl ബൈ എന്തുകൊണ്ട് ഇനി ഇവിടെ a² ഉണ്ട്, അത് കൂടെ കൊടുത്ത് a ഇൻറ്റു a² ഈസ് എന്ത് വരും? a³. 4 into 2 is 8. Pi into pi is pi square. So answer is q dl by 8 pi square epsilon 0 aq. നല്ല ക്വസ്റ്റ്യൻ ആണ്. നീറ്റിനൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്കെ. വായില്ലേ? A particle of mass m and the charge q is thrown at a speed u against a uniform electric field. The distance travelled by it before coming to rest is. A particle of mass m and the charge q is thrown at a speed u against a uniform electric field. The distance travel distance ആണ് കണ്ടുപിടിക്കേണ്ടത്. ആണോ? അങ്ങനെ ആവുമ്പോൾ നമുക്കറിയാം E ഈക്വൽ ഫോർമുല എന്തുവാ? F/Q അല്ലേ? അങ്ങനെ ആകുമ്പോൾ F ഈക്വൽ ഫോർമുല എന്ത് വരും? QE വരും. ബട്ട് ബേസിക് ഫോർമുല F ഈക്വൽ MA അല്ലേ? അങ്ങനെ ആകുമ്പോൾ MA ഈക്വൽ എനിക്ക് എന്ത് എഴുതാം? QE ഓർ A ഈക്വൽ എന്ത് വരും? QE/M. ഇത്രയും മനസ്സിലായോ? A ഈക്വൽ ഫോർമുല എന്ത് വരും? QE/M വരും. ആണോ? നമുക്ക് എന്ത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്? പറ. ഡിസ്റ്റൻസ് ട്രാവൽഡ് എസ് കണ്ടുപിടിക്കണം. ഞാൻ പറയാം v² ഈസ് ഈക്വൽ ടു u² പ്ലസ് എന്ത് വരും? 2as ആണോ? ഇനി ഫൈനൽ വെലോസിറ്റി v എന്താ? 0, കാരണം റെസ്റ്റ് ഇല്ല. അങ്ങനെ നമ്മൾ വരും 0 ഈസ് ഈക്വൽ ടു ആണോ u² പ്ലസ് 2 ഇൻറ്റു a ദാറ്റ് ഈസ് QE/M ഇൻറ്റു എന്ത് വരും? എസ്. പക്ഷേ ഞാനിവിടെ ഒരു നെഗറ്റീവ് സൈനും കൂടെ കൊടുക്കും. എന്തുകൊണ്ടാണെന്നറിയാവോ? Because that charge is thrown against the direction of the electric field. അതായത് ആണോ ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ സാധനം മൂവ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ ആക്സിലറേഷൻ റിട്ടാർഡേഷൻ ആണ്. സോ നെഗറ്റീവ് വരും. അങ്ങനെ ആകുമ്പോൾ 0 ഈസ് ഈക്വൽ എന്ത് വരും? u² മൈനസ് 2QE എന്ത് വരും? M ഇൻറ്റു എസ്. ദാറ്റ് ഈസ് 2QE/M ഇൻറ്റു എസ് ഈസ് ഈക്വൽ എന്ത് വരും? u² or S is equal to distance അല്ല കണ്ടുപിടിക്കേണ്ടത് u²M ആണോ? u²M ബൈ എന്ത് വരും? 2QE. ഇമ്പോർട്ടൻറ്റ്. സോ ബേസിക് ഫോർമുല E is equal to F/Q ആണ്, or F is equal to QE ആണ് അല്ലേ? അങ്ങനെ ആകുമ്പോൾ എന്ത് എഴുതാം? ബേസിക് ഫോർമുല F is equal to MA. അങ്ങനെ ആകുമ്പോൾ MA is equal to QE or A is equal to QE/M. v² is equal to u² plus 2as. നമ്മൾ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നു? ഇനി റെസ്റ്റ് വരുന്നതുകൊണ്ട് ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും മക്കളെ? 0. v0 ആണ്. അങ്ങനെ 0 is equal to u² plus 2 ഇൻറ്റു അല്ലേ? ഞാനിവിടെ മൈനസ് സൈനൂടെ കൊടുത്ത് ജയിക്കുക. എന്തുകൊണ്ടാ? എങ്ങോട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത്? അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണെങ്കിൽ അങ്ങോട്ടാണ് ഈ സാധനത്തിന് എറിയുന്നത്. അങ്ങനെ ആകുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. മൈനസ് QE/M ഇൻറ്റു എന്ത് വരും? എസ്. അങ്ങനെ ആകുമ്പോൾ അത് അപ്ലൈ ചെയ്തു. ദാറ്റ് ഈസ് u² is equal to 2QE/M ഇൻറ്റു എസ് വരും. or S is equal to u²M/2QE വരും. Then next question ഒന്ന് വായിച്ചു നോക്കെ. Moving on to next question. A deuteron and an alpha particle are placed in an electric field. The forces acting on them are F1 and F2 and their acceleration are A1 and A2 respectively. അല്ലേ? 4 ഓപ്ഷൻ അതിനുണ്ട്. F1 is equal to F2, F1 not is equal to F2, A1 is equal to A2, A1 not is equal to A2. Which of the following options is correct? ഏതൊക്കെയാ? 1ഉം 2ഉം ഉണ്ട്, 2ഉം 3ഉം ഉണ്ട്, 2ഉം 4ഉം ഉണ്ട്, 1ഉം 4ഉം ഉണ്ട്. ഇതാണ് കറക്റ്റ്. ഇപ്പം നീറ്റിന്റെ മോഡലൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. പറയാൻ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ഏതോ 2 ശരിയാണ്. ആ 2 ഏതൊക്കെയാണെന്ന് എടുത്ത് എഴുതണം. എന്നാൽ നമുക്ക് തന്നേക്കുന്നത് ഡ്യൂട്രോൺ ആണ്. ഡ്യൂട്രോണും ഉണ്ട്, പറയാൻ ആൽഫ പാർട്ടിക്കിളും ഉണ്ട്. ആണോ? ഡ്യൂട്രോൺ ആണോ? ചാർജ് E ആണ്, മാസ് പ്രോട്ടോണിന്റെ ഡബിൾ 2m.
ഇനി തന്നേക്കുന്നത് ആൽഫ പാർട്ടിക്കിൾ അല്ലേ. ചാർജ് ഡബിൾ ആണ്, മാസ് 4 ടൈംസ്. ഈ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? ഡ്യൂട്ടോൺ ആണെങ്കിൽ അല്ലേ ചാർജ് ഇ ആണ്, മാസ് 2m ആണ്. ആൽഫ പാർട്ടിക്കിൾ ആണെങ്കിൽ ഇത് നമ്മൾ വേറെ പല ചാപ്റ്ററിനകത്ത് അപ്ലൈ ചെയ്യുന്ന സാധനം, മാഗ്നറ്റിസത്തിനകത്ത് അപ്ലൈ ചെയ്യാറുണ്ട്, റേഡിയോ ആക്ടിവിറ്റിക്കകത്ത് അപ്ലൈ ചെയ്യാറുണ്ട്. ആൽഫ പാർട്ടിക്കിൾ ആണെങ്കിൽ 2eയും 4m ആണ്. ഇനി ചോദ്യം, ദേ ആർ പ്ലേസ്ഡ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് അല്ലേ. ഫോഴ്സ് ആക്ടിങ് ഓൺ ദം ആർ F1 ആൻഡ് F2 അല്ലേ, ആൻഡ് ആക്സലറേഷൻ ആർ A1 ആൻഡ് A2. അങ്ങനെ ആവുമ്പം F1 ഈസ് ഈക്വൽ ടു അല്ലേ Q1 ഇൻറ്റു ഇ എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് F1 ഈസ് ഈക്വൽ ടു Q1 എന്ന് പറഞ്ഞാൽ എന്ത് വരും പറ, E ഇൻറ്റു ക്യാപിറ്റൽ ഇ അല്ലേ. F2 ഈസ് ഈക്വൽ ടു Q2 ഇൻറ്റു ഇ കൊടുക്കാം. ദാറ്റ് ഈസ് 2e ഇൻറ്റു ഇ ആണോ? അങ്ങനെ ആകുമ്പോൾ ഇതിൽ നിന്നും F1 F2 ഈക്വൽ ആണോ? അല്ല. F1 നോട്ട് ഈസ് ഈക്വൽ ടു F2 ആണോ? ഇനി ആക്സലറേഷൻ A ഈസ് ഈക്വൽ ഫോർമുല എന്തുവാ പറ, F/m ആണോ? ദാറ്റ് ഈസ് A ഈസ് ഈക്വൽ F എന്ന് പറഞ്ഞാൽ എന്ത് വരും പറ, QE ആണോ? ബേസിക് ഫോർമുല ഏതാണ്? QE ബൈ എന്ത് വരും m. A1 നോക്കാം. A1 ഈസ് ഈക്വൽ ടു അല്ലേ Q1 E ബൈ എന്ത് വരും m. ദാറ്റ് ഈസ് A1 ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് Q1 E ക്യാപിറ്റൽ ഇ ബൈ നമുക്ക് ഇവിടെ M1 എന്ന് കൊടുക്കാം. M1 ഈസ് എന്ത് തന്നെ 2m ആണേ. A2 ഈസ് ഈക്വൽ ടു എന്ത് വരും Q2 E ബൈ എന്ത് വരും M2. Q2 എന്താ മക്കളെ 2e ബൈ QE 2e ഇൻറ്റു ഇ ബൈ എന്ത് വരും 4m വരും ആണോ? 2e ഇൻറ്റു ഇ ബൈ എന്ത് വരും 4m വരും ആണോ? 2 സോ എന്ത് വരും E ബൈ 2m. ഇതെവിടെ കണ്ടായിരുന്നോ? എവിടെ കണ്ട് ഇതാണ്ട ആണോ? സോ A1ഉം A2ഉം ഈക്വൽ ആണ്. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇന്നലെ ഓപ്ഷൻസ് ഏതൊക്കെ വരും? F1 F2 ഈക്വൽ അല്ല, പക്ഷേ A1 A2 ഈക്വൽ ആണ്. സോ ഓപ്ഷൻ ഈസ് F1 നോട്ട് ഈസ് ഈക്വൽ ടു F2 2, A1 ഈസ് ഈക്വൽ ടു A2 3. സോ ഓപ്ഷൻ ഈസ് ഏതൊക്കെ വരും? ഏതൊക്കെയാ? 2ഉം വരും 3ഉം വരും. നല്ല ക്വസ്റ്റ്യൻ ആണ്. സോ ഡ്യൂട്ടോൺ, അന്നേരം നമ്മൾ ഇത് അറിയണോ ചെയ്യണമെങ്കിൽ എന്താണ് ഡ്യൂട്ടോൺ എന്നും എന്താണ് ആൽഫ പാർട്ടിക്കിൾ എന്നും അറിയണം. ഡ്യൂട്ടോൺ എന്ന് പറഞ്ഞാൽ ചാർജ് പോസിറ്റീവ്, മനസ്സിലായോ? മാസ് പ്രോട്ടോണിന്റെ ഡബിൾ. ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ചാർജ് ഡബിൾ ആണ്, സീലി ന്യൂക്ലിയസ് ആണ്. മനസ്സിലായോ? ആൽഫ പാർട്ടിക്കിൾ ചാർജ് ഡബിൾ ആണ്, മാസ് പ്രോട്ടോണിന്റെ 4 ടൈംസ് വരും. അങ്ങനെ ആകുമ്പോൾ F1 ഈസിക്കൽ Q1 എന്ന് കൊടുക്കാം, ദാറ്റ് ഈസ് E. F2 ഈസിക്കൽ Q2 എന്ന് കൊടുക്കാം, ദാറ്റ് ഈസ് 2e ഇൻറ്റു ഇ വരും. സോ F1 F2 എന്തല്ല ഈക്വൽ അല്ല. ഇനി A1 A2 കണ്ടുപിടിച്ചു. A1 ഈസിക്കൽ F/m, F ഈസിക്കൽ QE കൊടുത്തു. അങ്ങനെ A1 ഈസിക്കൽ എന്ത് വരും Q1 E ബൈ M1, ദാറ്റ് ഈസ് E ബൈ എന്ത് വരും 2 1. A2 ഈസിക്കൽ എന്ത് വരും Q2 E ബൈ M2, ദാറ്റ് ഈസ് അവിടെ 2 വരും 4 വരും, ക്യാൻസൽ ആയി പോകും. ദാറ്റ് ഈസ് E ബൈ എന്ത് വരും 2 1. സോ A1 ഈസിക്കൽ എന്ത് വരും A2. സോ ഓപ്ഷൻ എന്തൊക്കെ വരും പറ? 2ഉം 3ഉം. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്കെ. 8ാമത്തെ ക്വസ്റ്റ്യൻ, 8th question. The number of free lines of force coming out of +1 coulomb of charge is equal to. മനസ്സിലായി? ഒരു +1 coulomb of charge ഉണ്ട്, അതിൽ നിന്ന് എത്ര ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പുറത്തു വരുമെന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? ഒന്ന് ആലോചിച്ച് നോക്കെ. The number of free lines of force coming out from +1 coulomb of charge. മക്കളെ, ഒരു ചാർജിൽ നിന്ന് എത്ര ഫീൽഡ് ലൈൻസ് ആണോ പുറത്ത് വരുന്നത് അത് നമ്മൾ പറഞ്ഞ പേരാണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയും. ഓർക്കുന്നുണ്ടോ? എത്ര ഫീൽഡ് ലൈൻസ് ആണോ ആ പുറത്ത് വരുന്നത് അതാണ് ഫ്ലക്സ്. ഞാൻ അവിടെ ഒരു ഫോർമുലയും പറഞ്ഞത്, ഫ്ലക്സ് കണ്ടുപിടിക്കുന്ന ഫോർമുല φ = 1/ε0 ഇൻറ്റു Q ആണ്. ദാറ്റ് ഈസ് φ = 1/8.854 ഇൻറ്റു 10⁻12 ഇൻറ്റു Q എന്ന് പറഞ്ഞാൽ എത്ര? 1 കൂളം അല്ലേ? 1. സോ ആൻസർ ഈസ് 1.11 ഇൻറ്റു 10⁻11 ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ, പക്ഷെ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടും.
കാരണം കാര്യങ്ങൾ കറക്റ്റ് കൺസെപ്റ്റ് അറിഞ്ഞുകൊണ്ട് ചെയ്തുകൂടാ. മനസ്സിലായി? ഫൈ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലക്സ് ആണ്. ഫൈ ഈസ് ഈക്വൽ 1/ε0 into Q ആണ്. So that is phi is equal 1/8.854 into 10 raised to 12 ആണ്. That is 1.11 into 10 raised to 11. എന്നിട്ട് 9ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കേ. A point charge plus Q is at a distance d/2 from a square surface of side D and is directly above the center of the square. ഒരു സ്ക്വയർ, ഇതിന്റെ സൈഡ് D ആണ്. ഇതിന്റെ സെൻട്രൽ നിന്നും ഇങ്ങനെ d/2 ഡിസ്റ്റൻസ് അകലെയായിട്ട് മനസ്സിലായോ? ഒരു ചാർജ് ഇരിക്കുന്നു എങ്കിൽ ആ സ്ക്വയർ കൂടുള്ള ഫ്ലക്സ് കണ്ടുപിടിക്കണം. അന്നേരം നമ്മളിവിടെ ആക്ച്വലി ഇത് ഗോസസ് തിയറമാണ് അല്ലേ? ഗോസസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ ആലോചിച്ച് നോക്കേ, നമുക്ക് എന്തോ വേണം? ഒരു ക്ലോസ്ഡ് സർഫസ് വേണ്ടേ? അതിന് നമ്മൾ പറയുന്ന പേരാണ് ഗോഷ്യൻ സർഫസ് എന്ന് പറയും അല്ലേ? അന്നേരം ആ ഗോഷ്യൻ സർഫസ് ഈ ചാർജിനെ ഫുള്ളായിട്ട് എന്തോ ചെയ്യണം? കവർ ചെയ്യണം. ആണോ? അന്നേരം ആലോചിക്കുക, ഇവിടാണ് ചാർജ് ഇരിക്കുന്നത്, ഈ ഡിസ്റ്റൻസ് ആണ് d/2 ആണോ? അന്നേരം കവർ ചെയ്യണമെന്ന് പറഞ്ഞാൽ അടുത്ത സൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരും, അടുത്ത സൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരും, അടുത്ത സൈഡ് ഇവിടെ വരും. അന്നേരം 1 2 സ്ക്വയർ ഇവിടെ ഇരിക്കുന്നത് 2 3 4 പക്ഷെ അടഞ്ഞോ? ഇതൊരു ബോക്സ് അല്ലേ ആയുള്ളൂ. ഇനി ഏതൊക്കെ അടയാനുണ്ട്? ഇവിടെ അടയാനുണ്ട്. അന്നേരം മൊത്തം എത്ര സർഫസ് വരും? 1 2 3 4 5 6 4 6 6 സ്ക്വയർ ആണ്. അങ്ങനെ ഒരു സ്ക്വയർ ആണെങ്കിൽ അതെങ്ങനെ വരും? ഒന്ന് ആലോചിച്ച് നോക്കേ. ആണോ? എന്തോ വരും? അതൊരു ക്യൂബാണ്. മനസ്സിലായോ? അതൊരു ക്യൂബാണ്. ഇവിടാണ് ഈ സാധനം ഇരിക്കുന്നത്. മനസ്സിലായോ? ഇവിടാണ് ക്യൂ ഇരിക്കുന്നത്. നമ്മൾ ചോദിച്ചേക്കുന്ന ഈ സ്ക്വയർ ഇവിടെ, ഈ സ്ക്വയറിൽ കൂടുള്ള ഫ്ലക്സ് കണ്ടുപിടിക്കണം. എന്നാൽ ഈ ഫ്ലക്സ് ആക്ച്വലി എല്ലാ സർഫസിലോട്ടും പോകുന്നുണ്ട്. എന്നാൽ എത്ര സർഫസ് ഉണ്ട്? 6 സർഫസ് ഉണ്ട്. ഈ 6 സർഫസിലേക്കും ഫ്ലക്സ് പോകുന്നില്ലേ? പോകുന്നുണ്ടോ? എന്നാൽ ഈ സ്ക്വയറിൽ കൂടുള്ള പോകുന്ന ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ 6ൽ 1 മാത്രമാണ്. ആണോ? മൊത്തത്തിൽ 6 സർഫസ് ഉണ്ട്, 6 അടുത്തോട്ടും ഫ്ലക്സ് പോകുന്നുണ്ട്. നമ്മൾ ചോദിച്ചേക്കുന്നത് എന്തുവാ? ഈ സ്ക്വയറിനകത്തുള്ള ഫ്ലക്സ് കണ്ടുപിടിക്കാനാണ്. ആണോ? അക്കോർഡിംഗ് ടു ഗോസസ് തിയറം എന്തുവാ ഫോർമുല? ഫൈ ഈസ് ഈക്വൽ ടു 1/ε0 into Q. പക്ഷേ ഈ സ്ക്വയർ എന്ന് പറയുന്നത് ക്യൂബിനകത്ത് 6ൽ 1 മാത്രമാണ്. അങ്ങനെ ആകുമ്പോൾ എന്തോരും? 1/6 into 1/ε0 into Q. So phi is Q/6/ε0. കണ്ടോ? ഇനി തിരിച്ചാ ഇങ്ങനെ ഒരു കോൺ, വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഒരു കോൺ. ഇവിടാണ് ഒരു ഫ്ലക്സ്, ഒരു ചാർജ് ഇരിക്കുന്നതെങ്കിൽ ആ സർഫസിനകത്തുള്ള ഫ്ലക്സ് കണ്ടുപിടിക്കണം. എന്തായിരിക്കും സാധനം? ഓർത്തിരിക്കുക, അത് 0 ആയിരിക്കും. കാരണം സർഫസ് എന്തല്ല? ക്ലോസ്ഡ് അല്ല. ക്ലോസ്ഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഗോസസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. സർഫസ് ക്ലോസ്ഡ് അല്ല, ആ മൗത്തിൽ ഇരിക്കുകയാണെങ്കിൽ അവിടുത്തെ ഫ്ലക്സ് എന്തായിരിക്കും? മൗത്തിലുള്ള ഫ്ലക്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. മനസ്സിലായോ? കാരണം ആ സർഫസ് എന്തല്ല? ക്ലോസ്ഡ് അല്ല. Then 10ാമത്തെ ചോദ്യം വായിച്ചു നോക്കേ. An insulated non-conducting sphere of radius r. ഇതൊരു സോളിഡ് സ്ഫിയർ ആണ്. മനസ്സിലായോ? Non-conducting sphere of radius r has a charge density rho. The electric field at a distance smaller from the center of the sphere, smaller less than capital R. മനസ്സിലായോ? ഒരു സോളിഡ് സ്ഫിയർ, നിങ്ങൾ പഠിക്കാത്ത ഒരു ഫോർമുലയാണ് അല്ലേ? ഒരു സോളിഡ് സ്ഫിയർ, ക്യാപിറ്റൽ ആർ ആണ് റേഡിയസ്. ഞാനിവിടെ ഒരു പോയിന്റ് എടുക്കുന്നു, ഓഫ് റേഡിയസ് സ്മോൾ ആർ ആണെങ്കിൽ ഇ ഈസ് ഈക്വൽ ടു, ഫോർമുല ഇമ്പോർട്ടന്റ് ആണ്, 1/4πε0 ക്യാപിറ്റൽ ക്യൂ. ഇതിന്റെ ചാർജ് ക്യാപിറ്റൽ ക്യൂ ആണെങ്കിൽ ആണോ? ക്യൂ ഇൻറ്റു സ്മോൾ ആർ ബൈ ആർ ക്യൂബ് ആണ്. ഓർത്തിരിക്കുക, നമ്മൾ പഠിക്കാത്ത ഒരു ഫോർമുലയാണ്. ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ടു എ ചാർജ്ഡ് ഹോളോ സ്ഫിയർ. ഈ ഈക്വൽ ഫോർമുല എന്താണ്? 1/4πε0 പറ
ക്യാപിറ്റൽ ക്യൂ ഇൻറ്റു ആർ ബൈ എന്തോ വരും, ആർ ക്യൂബ് വരും. ഇനി ഇങ്ങോട്ട് ഓക്കെ. ഇനി നമുക്കറിയാം വോളിയം ചാർജ് ഡെൻസിറ്റി റോ ഈസിക്കൽ ഫോമിൽ എന്താ പറയുമോ, ചാർജ് പെർ യൂണിറ്റ് വോളിയം ആണ്, ക്യൂ ബൈ വി ആണ്. ദാറ്റ് ഈസ് റോ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ, ഒരു സ്ഫിയർ ആണെങ്കിൽ 4 പൈ ക്യാപിറ്റൽ ആർ ക്യൂബ് അല്ലേ മക്കളെ വോളിയം ആണോ, അതാണ് വോളിയം ചാർജ് ഡെൻസിറ്റി റോ, നിങ്ങൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാ. അങ്ങനെ ആകുമ്പോൾ ക്യൂ ഈസിക്കൽ എനിക്ക് എന്തോ എഴുതാം, റോ ഇൻറ്റു 4 പൈ ആർ ക്യൂബ് എന്ന് എഴുതാം. എന്തോ എഴുതാം, റോ ഇൻറ്റു 4 പൈ ആർ ക്യൂബ് എന്ന് എഴുതാം. അങ്ങനെ ആകുമ്പോൾ എന്തോ ഒരു ഫോർമുല എന്താ വരും, E is equal to പറ 1/4 പൈ എപ്സിലോൺ 0 ക്യാപിറ്റൽ ക്യൂവിന് പകരം കൊടുക്കാം റോ ഇൻറ്റു 4 പൈ ക്യാപിറ്റൽ ആർ ക്യൂബ് ബൈ ആണോ ഇൻറ്റു എന്തോ വരും പറ, ഇൻറ്റു സ്മോൾ ആർ. നമ്മൾ ചോദിച്ചേക്കുന്നത് എന്ത് കണ്ടുപിടിക്കാനായിട്ടാ, ഈ എല്ലാം കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത്. ദാറ്റ് ഈസ് E is equal to എന്താ ഒരു ഫോർമുല, 4 പൈയും ക്യാൻസൽ ആവും, ആർ ക്യൂബും പോകും ആണോ. അങ്ങനെ ആവുമ്പോൾ വരും ലാസ്റ്റ് ആൻസർ ഈസ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ അല്ലേ. എവിടെയോ there is a mistake there. തെറ്റിയത് മക്കളെ, ഒരു മിനിറ്റ്, സോറി കേട്ടോ. വോളിയം 4/3 പൈ ആർ ക്യൂബ് അല്ലേ, സ്ഫിയറിന്റെ വോളിയം 4 പൈ ആർ ക്യൂബ് അല്ല, 4/3 പൈ ആർ ക്യൂബ് ആണ് ആണോ. അങ്ങനെ ആകുമ്പോൾ എന്ത് വരും പറ, റോ ഇസ് ഈക്വൽ ടു 3 ക്യൂബ് ബൈ 4 പൈ ആർ ക്യൂബ് ആണോ. അങ്ങനെ ആകുമ്പോൾ ക്യൂ ഇസ് ഈക്വൽ എന്ത് വരും, 4 പൈ ആർ ക്യൂബ് റോ ബൈ എന്തോ വരും 3. സോറി കേട്ടോ, ഇവിടെ 4/3 4 പൈ ആർ ക്യൂബ് അല്ല, 4/3 പൈ ആർ ക്യൂബ് ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ എന്തോ വരും, E is equal to ഫോർമുല 1/4 പൈ എപ്സിലോൺ 0 ക്യാപിറ്റൽ ക്യൂവിന് വരെ എന്ത് കൊടുക്കാം 4 പൈ ആർ ക്യൂബ് റോ ബൈ 3 ആർ ക്യൂബ് ഇൻറ്റു സ്മോൾ ആർ. 4 പൈയും ക്യാൻസൽ ആവും, ആർ ക്യൂബും പോവും. ദാറ്റ് ഈസ് E is equal to എന്ത് വരും, റോ ആർ ബൈ 3 എപ്സിലോൺ 0. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അല്ലേ, റോ എന്ന് പറഞ്ഞാൽ ക്യൂ ബൈ ബി ആണ്, ബി എന്ന് പറഞ്ഞാൽ 4 പൈ ആർ ക്യൂബ് അല്ല, 4/3 പൈ ആർ ക്യൂബ്. കാരണം സ്ഫിയറിന്റെ വോളിയത്തിന്റെ ഫോർമുല എന്തുവാ, 4/3 പൈ ആർ ക്യൂബ് ആണ്. 3 അങ്ങ് മുകളിൽ പോവും. സോ റോ ഈസ് എന്ത് വരും, 3 ക്യൂബ് ബൈ 4 പൈ ആർ ക്യൂബ് വരും. ദാറ്റ് ഈസ് 4 പൈ ആർ ക്യൂബ് റോ ബൈ 3. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ആൻസർ കണ്ടുപിടിക്കുന്നു. നല്ല ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൂവിംഗ് ഓൺ ടു n ഡ്രോപ്സ് ഓഫ് സെയിം സൈസ് അല്ലേ. ക്വസ്റ്റ്യൻ വായിച്ചോക്കെ. n small drops of same size are charged to V volt each. If they combine to form a larger drop, its potential will be അല്ലേ. n കുഞ്ഞു ഡ്രോപ്പുകൾ ചാർജ് ചെയ്യുന്നു, ഓരോന്നിന്റെ പൊട്ടൻഷ്യൽ V ആണ്. അങ്ങനെ ആകുമ്പോൾ നമുക്കറിയാം V is equal to 1/4 പൈ എപ്സിലോൺ 0 Q by R ആണ് ആണോ അല്ലേ. ഒരു ഡ്രോപ്പിന്റെ പൊട്ടൻഷ്യൽ ബി ആണ് ആണോ. ഇഫ് ദേ കമ്പൈൻ ടു ഫോം ലാർജ് ഡ്രോപ്പ് ആണോ എങ്കിൽ അതിന്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. അങ്ങനെ ആവുമ്പം നമുക്കറിയാം ആണോ, ഒരു കുഞ്ഞു ഡ്രോപ്പിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ 4/3 പൈ സ്മോൾ ആർ ക്യൂബ് ആണ്. അങ്ങനെ ആകുമ്പോൾ n ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ n ഇൻറ്റു 4/3 പൈ ആർ ക്യൂബ് അല്ലേ. ഈ n ഡ്രോപ്സ് ചേർന്ന് വലിയ ഡ്രോപ്പ് ആയിട്ട് മാറുക ആണോ. ഇങ്ങനെ വലിയ ഡ്രോപ്പിന്റെ വോളിയം ഞാൻ 4/3 പൈ ക്യാപിറ്റൽ ആർ ക്യൂബ് എന്ന് എടുക്കാതെ 4/3 പൈയും പോവും ആണോ. ദാറ്റ് ഈസ് അന്നേരം എന്ത് വരും, n ആണോ ഇൻറ്റു എന്ത് വരും, n ഇൻറ്റു ആർ ക്യൂബ് ഇസീക്കൽ എന്ത് വരും, ക്യാപിറ്റൽ ആർ ക്യൂബ് വരും ആണോ. അങ്ങനെ ആകുമ്പോൾ ക്യാപിറ്റൽ ആർ ഇസീക്കൽ എന്ത് വരും, ഇതിന്റെ ക്യൂബ് റൂട്ട് ദാറ്റ് ഈസ് n റൈസ് ടു 1/3 ഇൻറ്റു എന്ത് വരും ആർ ആണോ. നമുക്ക് ഇതിന്റെ ക്യൂബ് റൂട്ട് എടുക്കണം. ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ a ക്യൂബ് എന്ന് പറഞ്ഞാൽ a റൈസ് ടു 1/3 ആണോ. സോ അങ്ങനെ ആകുമ്പോൾ എന്ത് വരും പറ, n റൈസ് ടു
1/3 ഇൻറ്റു എന്ത് വരും സ്മോൾ ആർ വരും. ഇനി വി ഡാഷ് ഈസ് ഈക്വൽ ടു ന്യൂ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. ആണോ 1/4πε0 n ഇൻറ്റു സ്മോൾ ക്യൂ. n ഒന്നിൻ്റെ ഇതാണ്, അങ്ങനെ ആകുമ്പോൾ n ആകുമ്പോൾ n ഇൻറ്റു സ്മോൾ ക്യൂ ബൈ എന്ത് വരും മക്കളെ 6 വരും. ആണോ ദാറ്റ് ഈസ് എന്നിന്റെ വാല്യൂ നമുക്കറിയാം എത്ര 1/4πε0 അല്ലേ. n ഇൻറ്റു സ്മോൾ ക്യൂ ബൈ നമുക്ക് ആറിന്റെ വാല്യൂ കൊടുക്കാം. ദാറ്റ് ഈസ് n റൈസ് ടു 1/3 ഇൻറ്റു എന്ത് വരും r. ആണോ ദാറ്റ് ഈസ് a റൈസ് ടു m ബൈ a റൈസ് ടു n എന്ത് വരും a റൈസ് ടു m ബൈ a റൈസ് ടു n ഈസ് m മൈനസ് n. ആണോ ദാറ്റ് ഈസ് അങ്ങനെ ആകുമ്പോൾ എന്ത് വരും 1/4πε0 q ബൈ r ഇൻറ്റു n റൈസ് ടു 1 മൈനസ് 1/3 ദാറ്റ് ഈസ് 1/4πε0 q ബൈ r ഇൻറ്റു n റൈസ് ടു എന്ത് വരും 2/3 വരും. വാട്ട് ഈസ് 1/4πε0 q ബൈ r v ആണോ. അങ്ങനെ ആകുമ്പോൾ v ഡാഷ് ഈസ് ഈക്വൽ ടു എന്ത് വരും ആണോ n റൈസ് ടു 2/3 ഇൻറ്റു v. ആണത് ഗുഡ് ക്വസ്റ്റ്യൻ. നമുക്ക് n കുഞ്ഞു ഡ്രോപ്പുകൾ ഉണ്ടായിരുന്നു, ഓരോന്നിനെയും പൊട്ടൻഷ്യൽ v ആണ്. അതൊരു വലിയ ഡ്രോപ്പായിട്ട് മാറി എങ്കിൽ ആ വലിയ ഡ്രോപ്പിന്റെ പൊട്ടൻഷ്യൽ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ ആകുമ്പം ഒരു കുഞ്ഞു ഡ്രോപ്പിന്റെ പൊട്ടൻഷ്യൽ v യെ ഞാൻ 1/4πε0 q ബൈ r എന്ന് എടുത്തു. അങ്ങനെ ആകുമ്പോൾ n ഇൻറ്റു n കുഞ്ഞു ഡ്രോപ്പ് ചേർന്നതാണ് വലിയ ഡ്രോപ്പ്. അങ്ങനെ ആകുമ്പോൾ n ഇൻറ്റു ഇത്ര ഈസ് ഈക്വൽ ഇതാണ്, ദാറ്റ് ഈസ് n r ക്യൂബ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ R ക്യൂബ് ആണ്. ദാറ്റ് ഈസ് ക്യാപിറ്റൽ R ഈസ് ഈക്വൽ എന്ത് വരും n റൈസ് ടു 1/3 ഇൻറ്റു r ആണ്. സോ v ഡാഷ് ഈസ് ഈക്വൽ 1/4πε0 n ക്യൂബ് ബൈ r ആണ്. ദാറ്റ് ഈസ് 1/4πε0 അല്ലേ. എന്ത് കൊടുക്കുന്നു പറ 1/4πε0 ആണോ n ക്യൂബ് ബൈ ഇവിടെ ഡാഷ് ഒന്നുമില്ലേ n ക്യൂബ് ബൈ r എന്ന് പറയാൻ എന്ത് കൊടുക്കുന്നു n റൈസ് ടു 1/3 ഇൻറ്റു r കൊടുക്കുന്നു. ആണോ a റൈസ് ടു m ബൈ a റൈസ് ടു n a റൈസ് ടു m മൈനസ് n ആണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ആൻസർ കണ്ടുപിടിക്കുന്നു. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. മൂവിങ് ഓൺ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചോക്കെ. A solid sphere of radius r is charged uniformly. At what distance from its surface is the electric potential half of the potential at the center? മനസ്സിലായോ? ചോദ്യം ഇതാണ്. A solid sphere of radius r is charged uniformly. മനസ്സിലായോ? യൂണിഫോം ആയിട്ട് ചാർജ് ചെയ്യുന്നു. At what distance from its surface is the electric potential ആണോ half at its center? So potential due to a solid sphere V is equal to formula ആണ് 1/4πε0 3q by 2r ആണ്. പഠിക്കാത്തൊരു ഫോർമുലയാണ്. ഒരു സോളിഡ് സ്ഫിയറിന്റെ പൊട്ടൻഷ്യൽ 1/4πε0 3q by 2r ആണ്. മനസ്സിൽ വെച്ചേക്കണം. ഇത് ചോദിച്ചേക്കുന്നത് നമുക്കറിയാം സെൻട്രൽ ആണെങ്കിൽ v is equal ഫോർമുല എന്തുവാ പറ. ഇത് നമുക്ക് വേണമെങ്കിൽ v ഡാഷ് എന്ന് കൊടുക്കാം. v is equal ഫോർമുല എന്തുവാ 1/4πε0 q by r ആണ്. ആണോടെ ഇനി പറയുന്നുണ്ട് എന്തെന്തോത്തിരിക്കൂല പറ v എന്ന് പറയുന്നത് ആണോ v എന്ന് പറയുന്നത് സോറി ഇത് സ്മോൾ r എടുത്തില്ലേ. v എന്ന് പറയുന്നത് എന്തോത്തിരിക്കൂല ഹാഫ് v ഡാഷ്. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് at what distance from its surface is the electric potential half of the potential at the center? പറയാൻ മനസ്സിലായോ? സെന്ററിലെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എത്ര 1/4πε0 q by r. ഇതെന്ന് പറഞ്ഞാൽ ഏത് ഡിസ്റ്റൻസിൽ വെച്ചാണോ ഈ സാധനം ഇതിന്റെ ഹാഫ് ആവും. ദാറ്റ് ഈസ് v is equal to half v dash. ദാറ്റ് ഈസ് 1/4πε0 q by r is equal to half into 1/4πε0 3q by എന്തോ വരും 2r വരും. ആണോ നമുക്ക് എന്തോ കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത് സ്മോൾ ആറിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ആണോ ദാറ്റ് ഈസ് q by small r is equal to എന്തോ വരും 3q by 4r വരും. ആണോ ക്യൂവും ക്യൂവും ക്യാൻസൽ ആവും. ദാറ്റ് ഈസ് വാല്യൂ എന്തോ വരും സ്മോൾ r is equal to റെസിപ്രോക്കൽ എടുക്കുക 4r by
3. പല ക്വസ്റ്റ്യൻസും നമ്മൾ ആദ്യമായിട്ട് അപ്രോച്ച് ചെയ്യുന്നതാണ്. സോ ഒരു സോളിഡ് സ്ഫിയർ എടുക്കുകയാണെങ്കിൽ ഓർത്തിരിക്കുക പൊട്ടൻഷ്യലിന്റെ ഫോർമുല. ഫസ്റ്റ് ആദ്യമായിട്ട് ചെയ്യുന്ന സാധനം അത് ബി ഡാഷ് ഈസ് ഈക്വൽ 1/4πε0 3q/2r ആണ്. മനസ്സിലായി? ഒരു സോളിഡ് സ്ഫിയർ ആണെങ്കിൽ ഇനി ആ ഡിസ്റ്റൻസ് അകലെ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ബേസിക് ഫോർമുല ബി ഈസ് ഈക്വൽ 1/4πε0 q/r ആണ്. ആണോ? അങ്ങനെ ആകുമ്പോൾ പറയുന്നുണ്ട് ഇതെന്ന് പറഞ്ഞാൽ അല്ലെ ഇതിന്റെ ഹാഫ് ആണ്. ദാറ്റ് ഈസ് v ഈസ് ഈക്വൽ ടു ഹാഫ് v ഡാഷ് വരും. ഇക്വേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് q/r ഈസ്